ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम अज्ञानतिमिरान्धस्य ज्ञानाञ्जनशलाकया चक्षुरुन्मिलितं येन तस्मै श्रीगुरुवे नमः। श्रीचैतन्यमनोभीष्टं स्थापितं येन भूतले स्वयं रूप कदा मह्यं ददाति स्वपदान्तिकं वन्देऽहं श्रीगुरुं श्रीयुतपथकमलं श्रीगुरुं वैष्णवांश्च श्रीरूपं साग्रजातं सगणरघुनाथान्वितं तं सजीवं साद्वैतं सावधूतं परिजनसहितं कृष्णचैतन्यदेवं श्रीराधा कृष्णपादान् सगणललिता विशाखान्वितंश्च हे कृष्णा करुणा सिन्धु दीनबन्धो जगत्पते गोपेश गोपिकाकान्त राधाकान्त नमोस्तुते तप्तकाञ्चन गौराङ्गी राधे वृन्दावनेश्वरी वृषभानुसुते देवी प्रणमामि हरिप्रिये वाञ्छाकल्पतरुभ्यश्च कृपा सिन्धुभ्येव च पतितानां पावनेभ्यो वैष्णवेभ्यो नमो नमः। नमः ओं विष्णुपादाय कृष्णपृष्ठाय भूतले श्रीमते भक्तिवेदान्त स्वामिने नामिने नमस्ते सारस्वती देवे गौरवाणी प्रचारिणे निर्विशेष शून्यवादी पाश्चात्य देश तारिणे। जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौर भक्तवृंद। हरे कृष्ण 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 हरे 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 राम 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 हरे हरे। हरि ओम तत्सत। गुरुवे गौरचंद्राय राधिकाय तदालये कृष्णाय कृष्ण भक्ताय तद्भक्ताय नमो नमः। हरे कृष्ण। അടുത്ത ക്ലാസ്സിലേക്ക് 1861 ആണ് ബൈ ഹാർട്ട് ചെയ്യേണ്ടത്. ഈശ്വര സർവഭൂതാനാം ഹൃദ്ദേശാർജുന തിഷ്ഠതി ബ്രാഹ്മയാൻ സർവഭൂതാനി യന്ത്രാരൂഢാനി മായയാ ഈശ്വര സർവഭൂതാനി ഹൃദ്ദേശേ അർജുന തിഷ്ഠതി ബ്രാഹ്മയാൻ സർവഭൂതാനി യന്ത്രാരൂഢാനി മായയാ. സുചി മാതാജി. ഓം നമോ ഭഗവതേ വാസുദേവായ. ഈശ്വര സർവഭൂതാനാം ഹൃദ്ദേശാർജുന തിഷ്ഠതി ഭ്രാമയൻ സർവഭൂതാനി യന്ത്രാരൂഢാനി മായയാ. ഹരേ കൃഷ്ണ. മാതാജി. ഹരേ കൃഷ്ണ. നമോ ഭഗവതി വാസുദേവായ. ഈശ്വര സർവഭൂതാനാം ഹൃദയർജുന തിഷ്ഠതി ബ്രാഹ്മയൻ സർവഭൂതാനി യന്ത്രാരൂഢാനി മായയാ. ഹരേ കൃഷ്ണ. മംഗളമാതാജി. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഈശ്വര സർവഭൂതാനാം ഹൃദ്ദേശാർജുന തിഷ്ഠതി ബ്രാഹ്മയൻ സർവഭൂതാനി യന്ത്രാരൂഢാനി മായയാ. ഹരേ കൃഷ്ണ. വെരി ഗുഡ്. ശ്യാമള മാതാജി. വെരി ഗുഡ്. ശ്യാമള മാതാജി മ്യൂട്ടാണ്. ഇല്ല, ഓക്കെ, കുഴപ്പമില്ല. മംഗളമാതാജി എന്റെ ട്രാൻസ്ലേഷൻ വായിക്കും. ഹരേ കൃഷ്ണ. വിവർത്തനം ദിവ്യപൂജ. കുറച്ച് ഉറക്കം വായിക്കും കേട്ടോ, കേൾക്കുന്നില്ല. വിവർത്തനം ദിവ്യപൂജ്യശ്രീ ശ്രീമദ് എ.സി. ഭക്തിവേദാന്ത സ്വാമി ശ്രീല പ്രഭുപാദിക്ക് ജയ്. അർജുന, പരമപുരുഷൻ എല്ലാവരുടെയും ഹൃദയത്തിൽ കുടികൊള്ളുകയും ഭൗതിക ശക്തിയാൽ നിർമ്മിതമായ യന്ത്രത്തിൽ എന്ന പോലെ സ്ഥിതി ചെയ്യുന്ന ജീവാത്മാക്കളുടെ ഭ്രമണത്തെ നിയന്ത്രിക്കുകയും ചെയ്യുന്നു. ഹരേ കൃഷ്ണ. വെരി ഗുഡ്. The Supreme Lord is situated in everyone's heart. Ishvara Sarvabhutana Hriddeshe Arjuna Tishtadi. അല്ലേ? ഈശ്വര സർവഭൂതാനാം ഹൃദ്ദേശേ അർജുന തിഷ്ഠതി. അതായത് ഈശ്വരൻ പരമാത്മാവ് എവിടെയാണ്? എല്ലാവരും ഹൃദയത്തിൽ കുള്ളികൊള്ളുന്നു. പിന്നെ എന്താണ് അദ്ദേഹം ചെയ്യുന്നത്? അദ്ദേഹത്തിന് എന്താണ്? ഈസ് ഡയറക്റ്റിംഗ് ആൻഡ് ഈസ് ഡയറക്റ്റിംഗ് ദ വാണ്ടറിങ്സ് ഓഫ് ഓൾ ലിവിംഗ് എൻറ്റിറ്റീസ് ഹു ആർ സീറ്റഡ് ആസ് ഓൺ എ മെഷീൻ made of the material energy. അപ്പോൾ ലിവിങ് എനർജീസ് ജീവാത്മാക്കൾ എവിടെയാണ്? ഒരു മെഷീനിൽ ഇരിക്കുന്ന പോലെയാണ്. ഹു ആർ സീറ്റഡ് ആസ് ഓൺ എ മെഷീൻ മെയ്ഡ് ഓഫ് മെറ്റീരിയൽ എനർജി.
അപ്പൊ ഈ എന്താണ് ഈ മെഷീൻ? ഈ പ്രപഞ്ചമാണോ? അല്ല. Supreme Lord is situated in everyone's heart, O Arjuna, and is directing the wanderings of all living entities who are seated as on a machine made of the material energy. നമ്മളുടെ ശരീരമാണ് പ്രഭുജി. ശരീരം ഒരു മെഷീനെ പോലെയാണ്. ആത്മാവില്ലെങ്കിൽ ശരീരത്തിന് എന്താണ്? ഒരു പ്രസക്തി ഇല്ല, അല്ലേ? അപ്പൊ സുപ്രീം ലോർഡാണ് എല്ലാവരുടെയും ഹൃദയത്തിലുണ്ട്. നമുക്കറിയാം, നമ്മുടെ ശാസ്ത്രത്തിനും ഭഗവത്ഗീത എന്നും മറ്റു ഗ്രന്ഥങ്ങളിലും, അതായത് ജീവാത്മാവിന്റെ കൂടെ എപ്പോഴും ആരുണ്ടായിരിക്കും? പരമാത്മാവ്. അപ്പൊ പരമാത്മാവ് ഇവിടെ ഇരിക്കുന്നു പറയുന്നത് ഹൃദയത്തിന്റെ ഭാഗത്ത്. അപ്പൊ അതിന്റെ കൂടെ അപ്പൊ ജീവാത്മാവ് എവിടെയിരിക്കും? ഹൃദയത്തിന്റെ ഭാഗത്ത്, അല്ലേ? ഇൻ ദ റീജിയൻ ഓഫ് ഹാർട്ട്. പിന്നെ അതെല്ലാം വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞത് ആൻഡ് ഈസ് ഡയറക്റ്റിംഗ്, അതായത് പരമാത്മാവ് നമ്മളെ നയിക്കുന്നു. ഡയറക്റ്റിംഗ് ദ വാണ്ടറിങ്സ് ഓഫ് ഓൾ ലിവിങ് ബീയിങ്സ്. നമ്മള് ലക്ഷ്യമില്ലാതെ ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞു പോവാണ്, അലഞ്ഞു തിരിഞ്ഞ് നടക്കുകയാണ്. അതായത് നമ്മളിപ്പോ ഈ ജന്മത്തിൽ മനുഷ്യ ശരീരം, അടുത്ത ജന്മത്തിൽ മൃഗങ്ങള്, പിന്നെ പക്ഷികള്, കൃമികീടങ്ങള്, വൃക്ഷങ്ങള്, അങ്ങനെ പല പല ശരീരം എടുത്തിട്ട് നമ്മൾ അലഞ്ഞ് തിരിഞ്ഞ് നടക്കുകയാണ് ലക്ഷ്യമില്ലാതെ. അപ്പൊ അതിനെ ഡയറക്റ്റ് ചെയ്യുന്ന ആരാണ്? നമുക്ക് ഇത് കഴിഞ്ഞാൽ മൃഗത്തിന്റെ ശരീരം വേണം, ഇത് കഴിഞ്ഞാൽ ദേവതയുടെ ശരീരം വേണം, ഇത് കഴിഞ്ഞാൽ കൃമികീടങ്ങളുടെ വേണം. ഇതിനെ ഒരു ഡയറക്ഷൻ കൊടുക്കണ്ടേ, അല്ലാണ്ട് വിംസിക്കലി സംഭവിക്കില്ലല്ലോ. 1ാം ക്ലാസ് കഴിഞ്ഞാൽ 2ാം ക്ലാസ്, 2ാം ക്ലാസ് കഴിഞ്ഞാൽ 3ാം ക്ലാസ്, അല്ലെ? അതിനൊരു റെഗുലേഷൻ ഉണ്ടല്ലോ, ഒരു റൂൾ ഉണ്ടല്ലോ. അതേപോലെ നമ്മളുടെ കർമ്മത്തിന്റെ ആഗ്രഹത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ മനുഷ്യ ശരീരം കഴിഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യ ശരീരം കിട്ടുമോ, അതോ മൃഗത്തിന്റെ ശരീരം കിട്ടുമോ, പക്ഷികളുടെ കിട്ടുമോ, ഇതൊക്കെ തീരുമാനിക്കുന്ന ആൾ വേണ്ടേ? അപ്പൊ അതാണ് ഇവിടെ പറയുന്നത്. ഭഗവാൻ നമ്മളുടെ ഹൃദയത്തിൽ ഇരുന്നിട്ട് ഇതെല്ലാം നയിക്കുകയാണ്. നമ്മളെ എവിടെ കൊള്ളണം, ഏത് ശരീരം തരണം, ഏത് പരിസ്ഥിതിയിൽ, ഏത് അച്ഛനമ്മ തരണം, ഏത് നാട്ടിൽ ജനിക്കണം, ഏത് ഗ്രഹത്തിൽ ജനിക്കണം, ഇതെല്ലാം നയിക്കുന്നവരാണ്. ഒന്നൊരു ഓട്ടോമേറ്റഡ് അല്ല, ഓട്ടോമേറ്റഡ് ആണ്. ഭഗവാന്റെ പ്രകൃതി നിയമങ്ങളിലൂടെ ഓട്ടോമേറ്റഡ് ആണ്. ഭഗവാന് പ്രത്യേകിച്ച് ഇതിന് പ്രയത്നിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷേ ഇതിന്റെ സൂപ്പർവൈസർ ആരാണ്? ഭഗവാൻ തന്നെ. ഭഗവാന്റെ ഇച്ഛപ്രകാരമാണ്. ഭഗവാൻ ഇതിനെല്ലാം ഒരു ഓട്ടോ മോഡിൽ ഇട്ടിരിക്കുകയാണ്. എന്താ ഈ ഓട്ടോ മോഡ്? അതായത് ഒരു ഇന്റർവെൻഷൻ, ഒരു മാനുവൽ ഇന്റർവെൻഷൻ ആവശ്യമില്ല. ഒരു സ്വിച്ച് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെതായ പ്രോസസ്സ് ഇങ്ങനെ ഒന്നിന് പിന്നാലെ നടന്നുകൊണ്ടിരിക്കും. ഒരു മാനുവൽ ഇന്റർവെൻഷൻ ആവശ്യമില്ല. ആൾറെഡി അത് പ്രോഗ്രാം ചെയ്ത് വെച്ചിട്ടുണ്ട്. അതേപോലെ ഭഗവാൻ എല്ലാം പ്രോഗ്രാം ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഞാൻ ഇന്ന പ്രകാരം കർമ്മം ചെയ്യുകയാണെങ്കിൽ ഇന്ന പ്രകാരം അതിന്റെ റിസൾട്ട് കിട്ടും, ഇന്ന പ്രകാരം ജീവിക്കുകയാണെങ്കിൽ അടുത്ത ജന്മത്തിൽ ഇന്ന ശരീരം കിട്ടും. കാരണം ഓട്ടോ മോഡിൽ ഇട്ടിട്ട് ഭഗവാന്റെ കാര്യത്തിൽ. അപ്പൊ അതിൽ ഒരു മാനുവൽ ഇന്റർവെൻഷനും ആവശ്യമില്ല. അപ്പൊ അത് ഓട്ടോമാറ്റിക്കലി നമ്മൾ നയിക്കും. നമുക്കിപ്പോ ഈ ജന്മം മനുഷ്യ ശരീരമാണ്, അടുത്ത ജന്മം എന്താണ് കിട്ടുന്നത് നമ്മളുടെ ഈ കർമ്മത്തിന്റെ അനുസൃതമായിട്ടിരിക്കും. അപ്പോ ഡയറക്റ്റിംഗ് ദ വാണ്ടറിങ്സ് ഓഫ് ഓൾ ലിവിങ് എൻറ്റിറ്റീസ്, എല്ലാ, അതിപ്പോ മനുഷ്യന് മാത്രമല്ല, എല്ലാവരുടെയും ഹൃദയത്തിൽ ഇരുന്നിട്ട് ഭഗവാനാണിത് ഇതെല്ലാം നിയന്ത്രിക്കുന്നത്. ഇത് ഓട്ടോമേറ്റഡ് സിസ്റ്റം എന്ന് പറഞ്ഞില്ലേ. ഭഗവാന് പ്രത്യേകിച്ച് വലിയ ഹെർക്കുലിയൻ ടാസ്ക് ഒന്നല്ല അത്. വലിയ പ്രയത്നം. ഹിമാലയ പർവ്വതം പൊക്ക് നമ്മളോട് പറയാം, ഹിമാലയ പർവ്വതം പൊക്കാൻ പറഞ്ഞാൽ പറ്റുമോ? നമ്മളെ ഈ ലോകത്തിലെ എല്ലാ ആൾക്കാരും കൂടിയാലും പൊക്കാൻ പറ്റില്ല. അത്രയും വലിയൊരു ടാസ്ക്കാണ്. അതേപോലെ ഭഗവാൻ ഒരു ടാസ്കും അല്ല അത്. ഭഗവാൻ ജസ്റ്റ് ഗ്ലാൻസ് ചെയ്താൽ എല്ലാം ചിന്തിച്ചാൽ മതി, എല്ലാം വേണ്ടപോലെ നടക്കും. നമുക്ക് വലിയ പ്രയത്നങ്ങളായിരിക്കും. ഒരു ബിൽഡിംഗ് ഉണ്ടാക്കണമെങ്കിൽ 4, 5, 6 വർഷമൊക്കെ എടുക്കേണ്ടി വരും, അല്ലേ? വലിയ ടാസ്ക്കാണത്. പക്ഷേ ഭഗവാന് ജസ്റ്റ് ഇച്ഛിച്ചാൽ മാത്രം മതി. അപ്പൊ അതേപോലെ നമ്മളെ ഓരോ ജീവാത്മാക്കളെയും നയിക്കുന്നത് ഭഗവാനാണ്. അതാണ് ദ വാണ്ടറിങ്സ്. എന്താണ് ഇവിടെ വാണ്ടറിങ്സ് പറയുന്നത്? ലക്ഷ്യമില്ലാതെ പോകുന്ന ആൾക്കാരാണ് നമ്മൾ. ശരിക്കും ലക്ഷ്യമില്ല നമുക്ക്. നമ്മൾ പറയുമ്പോൾ നമുക്കൊരു ജീവിതത്തിനൊരു ലക്ഷ്യമാണല്ലോ. മിക്ക ആൾക്കാരോടും ചോദിച്ചാൽ എന്താണ് പറയുക? അവർക്ക് ഒരു ലക്ഷ്യം വളരെ കുറവായിരിക്കും. എന്താണ് ലക്ഷ്യം ചെയ്താൽ ആർക്കും ഒരു ശരിക്കും മറുപടി പറയുന്നില്ല. ഓക്കെ, ഈ ജീവിതത്തിന്റെ ലക്ഷ്യം എന്താണ്? വാട്ട് യു വോണ്ട് ടു അറ്റൈൻ, വാട്ട് യു വോണ്ട് ടു അച്ചീവ്,
ചോദിച്ചാൽ പല ആൾക്കാരും ഉത്തരം മുട്ടും. ശരിക്കും ഒരു ലക്ഷ്യം പറയാൻ പറ്റില്ല. കുറെ പൈസ സമ്പാദിക്കണം, കുറെ അടിച്ചു പൊളിച്ച് ജീവിക്കണം എന്നല്ലാണ്ട് അതിലും ഉപരിയായിട്ടുള്ള ലക്ഷ്യം ആരിലൊന്നും കേൾക്കില്ല. പക്ഷെ ശരിക്കും മനുഷ്യ ജീവിതത്തിന്റെ ലക്ഷ്യം എന്താണെന്ന് അറിയാത്തത് കൊണ്ടാണ് ഇവിടെ പ്രഭുപാദ ശരിക്കുള്ള ആ വാക്ക് ഉപയോഗിച്ചത്. ഡയറക്റ്റിംഗ് ദ വാണ്ടറിങ്സ് of all divinities and who are seated ആരെ ജീവാത്മാക്കള്. അവരും എവിടെ സ്ഥിതി ചെയ്യുന്നു? ആസ് ഓൺ എ മെഷീൻ, ഒരു മെഷീനിലെ, അതായത് ഭൗതിക ധാതുക്കളെ കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു മെഷീനിൽ ഇരിക്കുന്ന ഒരു വ്യക്തി. ആരാണ്? നമ്മള്, ജീവാത്മാവ്. അപ്പൊ ഈ ശരീരത്തില് ആണ് നമ്മൾ ഇരിക്കുന്നത്. അതുകൊണ്ടാണ് ശരീരത്തിന് ഒരു കോൺഷ്യസ്നെസ്, ചേതന, നമ്മുടെ ഓരോ അംഗങ്ങളും പ്രവർത്തിക്കുന്നത് ഈ കോൺഷ്യസ് ഉള്ളത് കൊണ്ടാണ്. ഇല്ലെങ്കിൽ നമുക്ക് ശരീരത്തിൽ നിന്ന് ജീവാത്മാവ് വിട്ടുപോയാൽ നമുക്ക് എന്താ കോൺഷ്യസ്നെസ് ഉള്ളത്? ഇല്ല, ചേതനയില്ല. അപ്പൊ ഭഗവാൻ എല്ലാവരും ഹൃദയത്തിൽ ഇരിക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ ജീവാത്മാക്കളുണ്ട്. ആ ജീവാത്മാക്കളെ ഒരു ശരീരമാകുന്ന ഭൗതിക ധാതുക്കളെ കൊണ്ടുണ്ടാക്കിയിരുന്ന ഒരു മെഷീനിൽ ഇരിക്കുകയാണ്. അതാണ് പറയുന്നത് അല്ലേ, എന്താ പറയുന്നത്? യന്ത്രരൂഢാനി മായ, അല്ലെ? യന്ത്രം, ഈ ശരീരം ഒരു യന്ത്രം പോലെയാണ്. അതിന് ചേതനയില്ല. അതിന് ചേതന എപ്പോഴാണ് വരുന്നത്? ജീവാത്മാവുള്ളപ്പോ, അല്ലെ? ആ ജീവാത്മാവും പരമാത്മാവും. ജീവാത്മാവിന്റെ ചേതന എന്ന് പറഞ്ഞാൽ ഈ ശരീരത്തിനെ ചുറ്റിപ്പറ്റി നിൽക്കുന്നു. പരമാത്മാവിന്റെ ചേതന പറഞ്ഞാൽ എല്ലാത്തിനും ചുറ്റിപ്പറ്റി നിൽക്കുന്നു. രണ്ടും ചേതനയുണ്ട്. ഒന്ന് ലോക്കലാണ്, ഒന്ന് ഇന്റർനാഷണൽ ആണ്. അത്രയേ ഉള്ളൂ വ്യത്യാസം. നമ്മളുടെ ചേതന ഈ ശരീരത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നു, ലോക്കൽ. നമ്മൾ പറഞ്ഞ ലോക്കൽ അനസ്തീഷ്യ പറയില്ലേ? എന്തെങ്കിലും സർജറി, ചെറിയ സർജറി ഒക്കെ ചെയ്യുമ്പോൾ വേദനിക്കാനുള്ള ആ സ്ഥലത്ത് മാത്രം അനസ്തീഷ്യ കൊടുക്കും. ജനറൽ അനസ്തീഷ്യ, കംപ്ലീറ്റ് ശരീരത്തിന് നമ്മൾ മരവിക്കണമെങ്കിൽ അതിന് ജനറൽ, അല്ലേ? അപ്പോൾ ഫുൾ ബോഡി നമ്മൾ അൺകോൺഷ്യസ് ആയിരിക്കും. അതേപോലെ ജീവാത്മാക്കള് ലോക്കലി എല്ലാം അറിയാം. എല്ലാ സ്ഥലത്തും, ആധ്യാത്മിക ലോകത്തിലും ഭൗതിക ലോകത്തിലും നടക്കുന്ന എല്ലാ കാര്യങ്ങളും അവർക്ക് അറിയാൻ പറ്റില്ല. അപ്പൊ ഈ ശരീരത്തിനെ എന്തിനാണ് ഒരു യന്ത്രത്തിനോടാണ് അതിന്, അല്ലെ? യന്ത്രാരൂഢാനി മായ അല്ലേ പറഞ്ഞ? ഭ്രാമയാൻ സർവഭൂതാനി യന്ത്രാരൂഢാനി മായയാ. യന്ത്രമാണ് ഈ ശരീരം. എന്താ മായ? എന്താണ് മായ എന്ന് പറഞ്ഞാൽ? എന്താണ് മായ എന്നുള്ള പദം കൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത്? ഭൗതിക ശക്തി, ഭൗതിക ധാതുക്കള്, മെറ്റീരിയൽ എനർജി. ഓക്കെ, എന്താണ് മെറ്റീരിയൽ എനർജി? ഭൂമി, ആപ്പ്, അനലോ, വായു, ഖം, മനോ, ബുദ്ധി, അഹങ്കാരം, ഇതെല്ലാം മെറ്റീരിയൽ എനർജിയാണ്. ഇതിനെ കൊണ്ടുണ്ടാക്കിയിരിക്കുന്ന ശരീരം, അതിന് ചേതന കൊടുക്കുന്നത് ആത്മാവ്. ആ ആത്മാവിനെ നയിക്കുന്നത് പരമാത്മാവ്. അപ്പൊ ഈ ആത്മാവ് ശരീരമാകുന്ന, ജഡമാകുന്ന പഞ്ചധാതുക്കളെ കൊണ്ടുണ്ടാക്കിയിരിക്കുന്ന ആ ശരീരത്തിൻ്റെ ഉള്ളിലാണ്. ആ ശരീരത്തിനെ നയിക്കാൻ വേണ്ടിയിട്ട് അടുത്ത ഡെസ്റ്റിനേഷൻ എന്താണ്, എവിടേക്ക് പോകണം, എന്ത് സാങ്ഷൻ ചെയ്യണം, എന്ത് ചെയ്യണം, എന്ത് ചെയ്യരുത്, ഇതിനെ നയിക്കാൻ വേണ്ടിയിട്ട് പരമാത്മാവ് എപ്പോഴും കൂടെയുണ്ട്, അല്ലേ? നമ്മള് വിദ്യ എന്ന് പറഞ്ഞാൽ നോളേജ്. എന്താണ് വിദ്യ? എന്തിന്റെ അറിവാണ് ഈ വിദ്യ? വിദ്യ എന്ന് പറഞ്ഞാൽ എന്താണ്? എന്തിനെ പറ്റിയിട്ടുള്ള അറിവാണ് വിദ്യ? മെയിനായിട്ട് ഭഗവാനെ കുറിച്ച് അറിയാനുള്ളത്. ഭഗവാനെ കുറിച്ച് അറിയാം. സുജി മാതാജി എന്ത് പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്? പറയും. ഭഗവാനെ കുറിച്ച് സ്മിത മാതാജി. ഒന്നും കൂടി പറഞ്ഞ എന്താണ് വിദ്യ എന്ന് പറഞ്ഞാൽ? എന്താണ് ജ്ഞാനം? ജ്ഞാനം, ഭഗവാനെ കുറിച്ചുള്ള അറിവ്. അടിപൊൾ. ശ്യാമള മാതാജി, എന്താണ് വിദ്യ എന്ന് പറഞ്ഞാൽ?
ഹരേ കൃഷ്ണ. വിദ്യ ജഡവിദ്യ ഉണ്ട്, ആത്മീയ വിദ്യ ഉണ്ട്. ഓക്കെ. അപ്പൊ ബ്രേക്ക് ആവണം. പറയൂ, ഒന്നുകൂടി പറയൂ. മൈക്കിന്റെ അടുത്ത് പറയൂ. മൈക്കിന്റെ അടുത്ത് പറയൂ. ശരിയായിട്ടുള്ള വിദ്യ, ഒന്നും മനസ്സിലായില്ല, ഒന്നും കേട്ടില്ല. ശരിയായിട്ടുള്ള വിദ്യ ഉണ്ട്, അതായത് ആത്മീയ വിദ്യ. അപ്പൊ ഈ ആത്മീയ വിദ്യ കേൾക്കുന്നില്ല? ഇപ്പം കേട്ടു. ആത്മീയ വിദ്യ, എല്ലാവരും ആത്മീയ വിദ്യ. എന്താണ് ഈ ആത്മീയ വിദ്യ? ആ വാക്കുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? പറഞ്ഞു ശരിയാണ്, ആത്മീയ വിദ്യ. പക്ഷെ ആ ആത്മീയം എന്താണ്? ആത്മീയം എന്ന് പറഞ്ഞാൽ ഭഗവാനും നമ്മളും തമ്മിലുള്ള ഇതല്ലേ. ആത്മാക്കളും ഭഗവാനെ കുറിച്ചും നമ്മളെ കുറിച്ചിട്ടുള്ള അറിവ്. പ്രധാനപ്പെട്ട 3 ഘടകങ്ങളാണ്. ഒന്ന് ജീവാത്മാവ്, ഒന്ന് പരമാത്മാവ്, ഒന്ന് പ്രകൃതി. ഇത് 3 അറിയാം. ഓക്കെ. അവനെ പറ്റി അറിഞ്ഞിരിക്കണം. ഭഗവാനെ പറ്റി അറിഞ്ഞിരിക്കണം. ഭഗവാന്റെ പ്രകൃതി. കേട്ടില്ലേ പ്രഭു? അപ്പൊ കേട്ടു. അതായത് 3 ഘടകങ്ങളാണ്. അതായത് ആത്മീയ വിദ്യ എന്ന് പറഞ്ഞാൽ 3 എലിമെന്റ്സ് ആണുള്ളത്. ഒന്ന് ജീവാത്മാവ് ആരാണെന്ന് മനസ്സിലാക്കുക, ഭഗവാൻ ആരാണെന്ന് മനസ്സിലാക്കുക, ഈ പ്രകൃതി എന്താണെന്ന് മനസ്സിലാക്കുക. ഇത് 3 മനസ്സിലാക്കുന്നതാണ് ആത്മീയ വിദ്യ. അപ്പൊ നമ്മളെ പറ്റി അറിയണം, ഭഗവാനെ പറ്റി അറിയണം, പ്രകൃതിയെ പറ്റി അറിയണം. നമ്മൾ ഈ പ്രകൃതിയിലാണ് ജീവിക്കുന്നത്, അല്ലേ? അപ്പോ ഈ ശരീരത്തിലിരുന്ന് അത് മനസ്സിലാക്കുന്ന ഒരു വ്യക്തി പരമാത്മാവിന്റെ ആ ഡയറക്ഷനോട് കൂടി അദ്ദേഹം എന്താണ്? അദ്ദേഹത്തിന് ഈ ജന്മത്തിൽ തന്നെ ഭഗവത് പ്രാപ്തി നേടും. അല്ലെങ്കിൽ അത് മനസ്സിലാക്കാതെ അവിദ്യക്കാണ് പ്രാധാന്യം കൊടുക്കുന്നത്. എന്താണ് അവിദ്യ എന്ന് പറഞ്ഞാൽ? മെറ്റീരിയൽ നോളജ്, അറിവില്ല. ഈ കാര്യങ്ങളെ അറിയാതിരുന്നാൽ സ്പിരിച്വൽ ആയിട്ടുള്ള നോളജ് അല്ല, മെറ്റീരിയൽ. അതായത് നമുക്ക് എങ്ങനെ കംഫർട്ടബിൾ ആയിട്ട് സുഖകരമായിട്ട് ജീവിക്കാം, ആസ്വദിച്ച് ജീവിക്കാം. ഞാൻ ആരാണ്, ഭഗവാൻ ആരാണ്, പ്രകൃതി എന്താണ്, വൈകുണ്ഠം എന്താണ്, ഭൗതിക ലോകം, ഇതൊന്നും അറിയില്ല. അതിനറിയാൻ ആഗ്രഹമില്ല. എങ്ങനെയാണ് ഇന്ദ്രതൃപ്തിക്ക് ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള സംവിധാനത്തിനെ ഒരുക്കുന്ന ആൾക്കാരും അവർ ഭൗതികവാദികളും ആ സംവിധാനത്തെ എന്താണ് പറയുക? ഭൗതിക ജ്ഞാനം എന്ന് പറയുക, അല്ലെങ്കിൽ അവിദ്യ. അതാണ് ഇവിടെ ഈശ്വര സർവഭൂതാനാം ഹൃദ്ദേശേ അർജുന തിഷ്ഠതി ഭ്രാമയാൻ സർവഭൂതാനി യന്ത്രാരൂഢാനി മായയ. യന്ത്രാരൂഢാനി മായ എന്ന് പറഞ്ഞ എന്താണ്? മെറ്റീരിയൽ എനർജി. മെറ്റീരിയൽ എനർജി കൊണ്ടുണ്ടായിരിക്കുന്ന, ഭൗതിക ധാതുക്കളെ കൊണ്ടായിരിക്കുന്ന ഒരു ശരീരത്തില് നമ്മളും സ്ഥിതി ചെയ്യുന്നു പരമാത്മാവിന്റെ കൂടെ. പരമാത്മാവ് നമ്മളെ നയിക്കുന്നു. നമ്മൾ പറഞ്ഞ എല്ലാ ലിവിങ് എൻറ്റിറ്റീസും. അപ്പൊ നമുക്ക് ഇന്ന് ക്ലിയറായി, ഭഗവാനും ജീവാത്മാവും പരമാത്മാവും ജീവാത്മാവും എവിടെയാണ് കുടികൊള്ളുന്നത്? ഹൃദയഭാഗത്ത്, റീജിയൻ ഓഫ് ഹാർട്ട്. എന്നാൽ ചില ആൾക്കാർ ഹൃദയം ട്രാൻസ്പ്ലാന്റ് ചെയ്താലോ? അപ്പൊ എന്ത് സംഭവിക്കും? പരമാത്മാവിനും ജീവാത്മാവിനും സംഭവിക്കും. ഒരുപാട് ഇപ്പോൾ മെഡിക്കൽ ഡോക്ടേഴ്സ് ഹൃദയം ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ അവർക്ക് എന്ത് സംഭവിക്കും? അപ്പോഴും ഉണ്ടാവും പ്രഭുജി, അപ്പോഴും ഉണ്ടാവും. അതായത് പരമാത്മാവിനും ജീവാത്മാവിനും ഒന്നും സംഭവിക്കില്ല. അതിനെന്ത് ചെയ്താലും ഒന്നും സംഭവിക്കില്ല. അതെപ്പോഴും ശരീരത്തിലുണ്ടായിരിക്കും. ട്രാൻസ്പ്ലാന്റേഷൻ കഴിഞ്ഞാലും ഉണ്ടാവും, അതിന് മുമ്പേ ഉണ്ടാവും, അതിന് ശേഷം ഉണ്ടാവും. അതിൻ്റെ ആ നിശ്ചിത കാലം കഴിയുന്നവർ ആ ശരീരത്തിലുണ്ടാവും. ഓക്കെ. അപ്പൊ അതിനെ നശിപ്പിക്കാൻ പറ്റില്ല. ഹൃദയം മാറ്റി വെച്ചു, ഇപ്പൊ ഹൃദയത്തിന്റെ കൂടെ ആ സോളും പോയി എന്ന് പറയാൻ പറ്റില്ല. ഒന്നല്ലെങ്കിൽ ഹാർട്ട് ഫെയിലിയർ ആയിട്ട് സോള് ശരീരം തന്നെ വിട്ടുപോകും. അല്ല, അതിന് അത്രയും ജീവിക്കാനുള്ളതുണ്ട്, കൂടുതൽ ആ ശരീരത്തിൽ വീണ്ടും ജീവിക്കാനുള്ള അവധി ഉണ്ടെങ്കിൽ ആ സോൾ എവിടെയും പോയില്ല, അവിടെ തന്നെ ഉണ്ടായിരിക്കും. ഹൃദയം മാറ്റി വെക്കുമ്പോഴും അവിടെ തന്നെ ഉണ്ടായിരിക്കും. അതുകൊണ്ട് മറ്റേ ശ്ലോകല്ലേ, ചിന്തന്തി ശസ്ത്രാണി എന്നൊക്കെ. യെസ്. അതായത് ആത്മാവിനെ ഒന്നിനെ കൊണ്ട് നശിപ്പിക്കാൻ പറ്റില്ല, ഒരു വിധത്തിൽ നശിപ്പിക്കാൻ പറ്റില്ല. ഓക്കെ. അപ്പൊ അതാണ് അടുത്ത ക്ലാസ്സിൽ
1861. എന്താ? ഇതം ശരീരം പരിണാമപേശലം വദത്യ അവശ്യം സദസന്ധിജർജരം കിമൗഷധം പൃച്ഛസി മൂഢദുർമദേ നിരാമയം കൃഷ്ണരസായനം പിബ. ഇത് മുകുന്ദമാലയിൽ 37th ശ്ലോകമാണ്. അതായത് പറയുന്നത് ദ ബോഡീസ് ബ്യൂട്ടി ഈസ് ഫ്ലീറ്റിംഗ്. അതായത് നമ്മളുടെ ഈ ശരീരത്തിന്റെ സൗന്ദര്യം അത് ഓരോ ദിവസം ചെല്ലുന്നവരും അതിങ്ങനെ കുറഞ്ഞു കുറഞ്ഞേ വരും അല്ലേ? ആ ഒരു പീക്ക് ടൈം എന്താണ്? യൂത്ത്ഫുൾ ഏജില് അതിന്റെ പീക്ക് ടൈം. അത് കഴിഞ്ഞാൽ അപ്പൊ നമ്മൾ ഇത് കൗമാരം, യൗവനം, ജര എന്നൊക്കെ പറയുന്നില്ലേ? അപ്പൊ അതിങ്ങനെ കൂടുന്തോറും ജര സമയത്ത് അതിങ്ങനെ കുറഞ്ഞു കുറഞ്ഞു വരും. അപ്പൊ ആ തേജസ്, ആ കാന്തി, ആ കരിഷ്മ യൂത്തിലുണ്ടാവുന്ന അതൊന്നും നമുക്ക് വയസ്സാവുമ്പോൾ ഉണ്ടാവില്ല. കുട്ടിക്കാലത്ത് നിന്നായിരിക്കും, ഫ്രഷ് ആയിരിക്കും. അപ്പൊ ദ ബോഡി ബ്യൂട്ടി ഈസ് ഫ്ലീറ്റിംഗ് and at last the body must succumb to death after its hundreds of joints have stiffened with old age. ഇപ്പോൾ 100 ജോയിന്റ്സ് ഉണ്ട് നമ്മുടെ ശരീരത്തിൽ. ഇതൊക്കെ നമ്മളുടെ വാർദ്ധക്യ സമയത്ത് എല്ലാം സ്റ്റിഫാവും, അതായത് ബലം പിടിക്കും. അത് ശരിക്കും നമ്മളുടെ ആവശ്യപ്രകാരം അത് വളയില്ല, ഒടിയില്ല, ഒന്നും ചെയ്യില്ല. ഇപ്പൊ നമുക്ക് കൈ മടക്കുന്ന പോലെ വയസ്സായി കഴിഞ്ഞാൽ അതിങ്ങനെ ശരിക്കും ബുദ്ധിമുട്ടായിരിക്കും ഇങ്ങനെ മടക്കുക. അതേപോലെ ഓരോ ജോയിന്റും. About hundreds of joints have stiffened with the old age. So why bewildered fool are you asking for medication? എന്തായാലും സംഭവിക്കാൻ പോവാണ്. അപ്പൊ മെഡിക്കേഷൻ കൊണ്ട് വലിയ കാര്യമൊന്നുമില്ല. ജസ്റ്റ് ടേക്ക് ദ കൃഷ്ണ എലിക്സിർ, ദ വൺ ക്യൂർ ദാറ്റ് നെവർ ഫെയിൽസ്. അപ്പൊ എന്താണ്? കൃഷ്ണ രസായനം കുടിക്കാനാണ് പറയുന്നത്. മറ്റുള്ള ഭൗതികമായിട്ടുള്ള രസായനമല്ല പറയുന്നത്, കൃഷ്ണ രസായനം. എന്താണ് കൃഷ്ണ രസായനം? കുലശേഖർ ആൾവാർ പറയാണ്. ആരോടാ പറയുന്നത്? സ്വന്തം മനസ്സിനോട് പറയാണ്. അതായത് നമ്മളെ വയസ്സാവും തോറും നമ്മളുടെ ബ്യൂട്ടി നശിക്കും, നമ്മളുടെ ശക്തി നശിക്കും, നമ്മളുടെ എല്ലാ ഓരോ ശരീരത്തിന്റെ അംഗബലം നശിക്കും, എല്ലാം നശിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ നമ്മൾ വെറുതെ അതിനെ ആർട്ടിഫിഷ്യലായിട്ട് അതിനെ സംരക്ഷിച്ചിട്ട് കാര്യമില്ല. അതൊക്കെ ഒരു ദിവസം, 2 ദിവസം, 1 മാസം, 2 മാസം, 1 കൊല്ലം, 2 കൊല്ലം നീണ്ടു നിൽക്കും. പക്ഷേ ഫോർ എറ്റേണിറ്റി, ശാശ്വതമായിട്ട് നമുക്കതൊരു ശാശ്വതമായിട്ടുള്ളൊരു പരിഹാരമല്ല. അതിനെന്താണ് നമുക്ക് ശാശ്വതമായിട്ടുള്ള പരിഹാരം? കൃഷ്ണ എലിക്സിർ, കൃഷ്ണ രസായനം കുടിക്കാൻ. എന്താണ് കൃഷ്ണ രസായനം? ഭാഗവതാണോ? കൃഷ്ണരാസം, കൃഷ്ണന്റെ ലീലകള്, കൃഷ്ണന്റെ നാമം, കൃഷ്ണന്റെ രൂപം, കൃഷ്ണന്റെ ചർച്ച, ഇതെല്ലാം കൃഷ്ണരാസായനം തന്നെ. അല്ലാണ്ട് ആയുർവേദം അല്ലെങ്കിൽ പിന്നെ അലോപ്പതി അല്ലെങ്കിൽ നാച്ചുറോപ്പതി അല്ലെങ്കിൽ ഹോമിയോപ്പതി അതൊന്നും പോയിട്ട് ഒരു പതിയും ഫലിക്കില്ല. ഒറ്റ പതിയെ പതിക്കുള്ളൂ, എന്താ പറയുക, ഫലിക്കുള്ളൂ. ഏതാണ്? തിരുപ്പതി. അലോപ്പതി, നാച്ചുറോപ്പതി, പിന്നെന്താ ഹോമിയോപ്പതി, ഒരു പതിയും ഒരു ഗുണമൊന്നുമില്ല. ഒറ്റ പതി, അതായത് തിരുപ്പതി. അപ്പൊ ആ എലിക്സിർ കുടിക്കാനാണ് പറയണത്. ആ രസായനം, കൃഷ്ണ രസായനം. ആ കൃഷ്ണ രസായനം നമുക്ക് ശാശ്വതമായിട്ടുള്ള ബെനിഫിറ്റ് തരും. മറ്റതൊക്കെ ടെമ്പററി ബെനിഫിറ്റ് തരുള്ളൂ. നമ്മളിപ്പോൾ ഏത് മെഡിസിൻ എടുത്താലും ശരി, താൽക്കാലികമായിട്ടുള്ള റിലീഫ്. എറ്റേണലി നമുക്ക് റിലീഫ് കിട്ടില്ല. ജന്മമൃത്യു ജരാവ്യാധിയിൽ നിന്ന് നമുക്ക് മുക്തി കിട്ടില്ല. പക്ഷെ നമുക്ക് ജന്മമൃത്യു ജരാവ്യാധിയിൽ നിന്ന് മുക്തി കിട്ടണമെന്നുണ്ടെങ്കിൽ കൃഷ്ണ എലിക്സിർ, കൃഷ്ണ രസായനം കുടിക്കാനാണ് പറയുന്നത്. ആ കുടിക്കണം ഇവിടെ അല്ല, ഇത് കൂടെ കുടിക്കണം. ഈ ചെവി ഇത് വലുതാക്കണം, ഇത് കൂടെ കുടിക്കുക. ഓക്കെ, ഹരേ കൃഷ്ണ. ഓ, നമ്മൾ 5 ഏതാണ്? 5 2 എടുത്തത്. 2 ശ്ലോകമാണ് എടുത്തത് 5 രണ്ടാമത്തെ ശ്ലോകം. അല്ല, 2 എടുത്ത് കഴിഞ്ഞു. ഇനി 3. മൂന്നാമത്തെ. സന്യാസ കർമ്മയോഗസ് അല്ലേ?
ശ്രീമദ് ഭഗവത്ഗീത ആസ് ഇറ്റ് ഈസ് 5-ാമത്തെ അധ്യായം 3-ാമത്തെ ശ്ലോകം നൽകുക. ജ്ഞേയാസ നിത്യസന്യാസി യോ നാദ്വേഷ്ടി ന കാംക്ഷതി നിർദ്വന്ദ്വോ ഹി മഹാബാഹോ സുഖം ബന്ധാത് പ്രമുച്യത്തെ. ജ്ഞേയാസ നിത്യസന്യാസി യോ നാദ്വേഷ്ടി ന കാംക്ഷതി നിർദ്വന്ദ്വോ ഹി മഹാബാഹോ സുഖം ബന്ധാത് പ്രമുച്യത്തെ. മംഗളമാതാജി. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. നിത്യസന്യാസി യോ നദ്വേഷ്ടി ന കാംക്ഷതി നിർദ്വന്ദ്വോ ഹി മഹാബാഹോ സുഖം ബന്ധാൽ പ്രമുച്യതേ. ഹരേ കൃഷ്ണ. യസുജി മാതാജി. സുജി മാതാജി ഇല്ലേ അവിടെ? ഹരേ കൃഷ്ണ. ഞാൻ എഴുന്നേറ്റ് ഓടി നോക്കുള്ളൂ. ഹരേ കൃഷ്ണ. ജ്ഞേയസ. ഓം നമോ ഭഗവതേ വാസുദേവായ. ജ്ഞേയസ നിത്യസന്യാസി യോ നദ്വേഷ്ടി ന കാംക്ഷതി നിർദ്വന്ദ്വോ ഹി മഹാബാഹോ സുഖം ബന്ധാത് പ്രമുച്യതേ. ഹരേ കൃഷ്ണ. ശ്യാമള മാതാജി. ഞാൻ അവിടെ ഇല്ല പ്രഭു. ഞാൻ ഡോക്ടറെ അടുത്തേക്ക് വന്നു. ഡോക്ടറെ അടുത്തേക്ക് എത്തിയോ? ആ, ഓക്കെ ഓക്കെ നല്ല വേദന, നല്ല വേദന. ഓക്കെ ഓക്കെ ശരി, എന്നാ പ്രോബ്ലം. ഞാൻ സ്മിത മാതാജിയോട് പറയാം. സ്മിത മാതാജി. ഓം നമോ ഭഗവതി വാസുദേവായ. നിത്യസന്യാസി യോ നാദ്വേഷ്ടി ന കാംക്ഷതി നിർദ്വന്ദ്വോ ഹി മഹാബാഹോ സുഖം ബന്ധാത് പ്രമുച്യതേ. ഹരിബോൾ. എന്റെ ട്രാൻസ്ലേഷൻ വായിച്ചോ. കർമ്മഫലങ്ങൾ ആഗ്രഹിക്കുകയോ വെറുക്കുകയോ ചെയ്യാത്ത ആളാണ് നിത്യസന്യാസി. മഹാബാഹുവായ അർജുന, അയാൾ ദ്വന്ദ്ങ്ങളിൽ നിന്ന് ഒഴിഞ്ഞ് എളുപ്പത്തിൽ ഭൗതിക ബന്ധനത്തിൽ നിന്ന് മുക്തനാകുന്നതോടൊപ്പം മോക്ഷമടയുകയും ചെയ്യുന്നു. ഹരേ കൃഷ്ണ. ഹരിബോൾ. ഓ, ഇവിടെ റിനൗൺസിയേഷനെ പറ്റിയാണ് ഞാൻ പറയുന്നത്. എന്താണ് റിനൗൺസിയേഷൻ? വർക്ക് വിത്ത് ഡിവോഷൻ. വർക്ക്, അതായത് ആക്ടിവിറ്റീസ് ടോട്ടലി നമ്മൾ അവോയ്ഡ് ചെയ്യണോ, അതോ വർക്ക് വിത്ത് ഡിവോഷൻ ആണോ? ഏതാണ് വലുതെന്നുള്ള ചോദ്യമാണ് ഇവിടെ അർജുനൻ ചോദിക്കുന്നത്. അപ്പൊ ആദ്യം പറഞ്ഞു റിനൗൺസ് ചെയ്യാൻ, ത്യജിക്കാൻ, ജോലി ചെയ്യേണ്ട. ഇപ്പൊ പറയുന്നു വർക്ക് വിത്ത് ഡിവോഷൻ ചെയ്യാൻ. അപ്പൊ ഏതാണ്, അല്ലയോ കൃഷ്ണ, ഏതാണ് ശരി, എന്താണ് ചെയ്യേണ്ടതെന്ന് ശരിക്ക് വ്യക്തമായിട്ടുള്ളൊരു ഉത്തരം തരാണ് പറയുന്നത്. അപ്പൊ അതിൽ ഇവിടെ എന്താ പറയുന്നത്? ആരാണ് ഒരു റിനൗൺസിയന്റ്, ഒരു ത്യാഗി? വൺ ഹു നീദർ ഹേറ്റ്സ് നോർ ഡിസൈഡ്സ് ദ ഫ്രൂട്ട്സ് ഓഫ് ഹിസ് ആക്ടിവിറ്റീസ് ഈസ് നോൺ ടു ബി ഓൾവേസ് റിനൗൺസ്ഡ്. ഒരു ത്യാഗി എന്ന് പറഞ്ഞാൽ ജോലി ചെയ്യാതെ മടി പിടിച്ചിരിക്കുന്ന ഒരു വ്യക്തിയല്ല ത്യാഗി. ചില ആൾക്കാർ വിചാരിക്കും ഒന്നും ചെയ്യാതിരിക്കുക, ഞാനെല്ലാം ത്യജിച്ചു കേട്ടോ. എന്താണ്? ജോലി ചെയ്യാനുള്ള മടി. അതാണ് ത്യാഗം. അതല്ല അവിടെ പറയുന്നത്. വൺ ഹു നീദർ ഹേറ്റ്സ് നോട്ട് ഡിസൈഡ്സ്. പ്രഭു, ആ മതി, അയാള് മടിയനല്ലേ? അത് മടിയനാ. അയാൾ മടിയനാ. അപ്പൊ എന്താണ് ഭഗവാൻ പറയുന്നത്? ഏതൊരു വ്യക്തിയാണോ ഒന്നിനോടും ഒരു റിവേഴ്സലും ഇല്ലാത്തത്, അത് അയ്യോ ഇത് എനിക്ക് ചെയ്യാൻ പറ്റില്ല, അതെനിക്ക് വേണ്ട, എനിക്ക് ഇഷ്ടമല്ല. നോട്ട് ഡിസൈഡ് ദ ഫ്രൂട്ട്സ് ഓഫ് ആക്ടിവിറ്റീസ്. അതിന്റെ ഫലം ഇച്ഛിക്കുന്നില്ല. ജോലിയും, അതായത് ഏത് തരത്തിലുള്ള ജോലിയാന്നുള്ള യാതൊന്നുമില്ല. ഒന്നിനോട് ഒരു, അതായത് എന്തായാലും പറയുക, ഹൈറ്റ് പറഞ്ഞാൽ ഒരു വെറുപ്പില്ല. ഏത് ജോലി ആയിക്കോട്ടെ, ഭഗവാനെ പ്രീതിപ്പെടുന്ന ഏത് ജോലി ആയിക്കോട്ടെ, അതെനിക്ക് സ്വീകാര്യമാണ്. അതുമാത്രമല്ല, ആ ചെയ്യുന്ന പ്രവൃത്തിയുടെ ഫലം കാക്ഷിക്കുന്നില്ല. ആൻഡ് ടു ബി ഓൾവേസ്, അങ്ങനത്തെ ഒരു വ്യക്തിയാണ് ശരിക്കുള്ള ത്യാഗി. അപ്പൊ ഒരു ജോലിയോടും ഒരു കർത്തവ്യത്തിനോടും ഒരു കർമ്മത്തിനോടും യാതൊരു വെറുപ്പുമില്ല. അത് ഭഗവാന്റെ സേവയായിട്ട് അത് ചെയ്യുന്ന, അതിന്റെ ഫലം ഇച്ഛിക്കാത്ത ഒരു വ്യക്തിയാണ് ശരിക്കുള്ള ത്യാഗി. സച്ച് എ പേഴ്സൺ ഫ്രീ ഫ്രം ഓൾ ഡ്വെൽസ്. അങ്ങനത്തെ ഒരു വ്യക്തി ദ്വന്ദ്ങ്ങളിൽ നിന്ന് മുക്തരായിരിക്കും. നല്ലത് ചീത്ത, ഗുഡ് ബാഡ്, റൈറ്റ് റോങ്, അതൊന്നും നോക്കില്ല. കാരണം അവനവന്റെ കർമ്മം, താൻ ഏത് ആശ്രമത്തിലാണ്, ഏത് വർണ്ണത്തിലാണ്, എന്താണ് ധർമ്മം,
അത് ശരിക്കും ചെയ്യുന്ന വ്യക്തി. അതിന്റെ വരുമാറായി നോക്കില്ല, അതിൽ നല്ലത് ചീത്തയാണെന്ന് ആകില്ല. ഓ അർജുനോട് ഭഗവാൻ പറഞ്ഞ പോലെ, അർജുന തന്റെ ധർമ്മം ചെയ്യുക, വിജയം പരാജയം അത് തന്റെ കയ്യിലല്ല. ചിലപ്പോൾ വിജയിക്കാം, ചിലപ്പോൾ പരാജയപ്പെടാം, അത് നോക്കണ്ട. ധർമ്മം ചെയ്യുക, കർമ്മം ചെയ്യുക. അങ്ങനത്തെ വ്യക്തി എന്നാൽ ഫ്രീ ഫ്രം ഓൾ ഡുവാലിറ്റീസ്, ദ്വന്ദ്ങ്ങളിൽ പെടില്ല. ഈസിലി ഓവർകംസ് മെറ്റീരിയൽ ബോണ്ടേജ്. അതുകൊണ്ട് തന്നെ ബന്ധനം, കർമ്മബന്ധനത്തിനും അവര് പെടില്ല, ആ അധീനത്തിലും വരില്ല. ആൻഡ് ഈസ് കംപ്ലീറ്റ്ലി ലിബറേറ്റഡ്. അങ്ങനത്തെ ഒരു വ്യക്തി മുക്ത ആത്മാവായിരിക്കും. ഓ മൈറ്റി ആംഡ് അർജുന. അപ്പോ ഇവിടെ എന്താണ് ഇൻസ്ട്രക്ഷൻ പറയുന്നത്? ഒരു കർത്തവ്യത്തിനോടും ഒരു കർമ്മത്തിനോടും, അതായത് തൻ്റെ വർണ്ണത്തിന്റെയും ആശ്രമത്തിന്റെയും അടിസ്ഥാനത്ത് ധർമ്മപ്രകാരം ചെയ്യുന്ന കർമ്മത്ത് എന്തായാലും ശരി, ഇഷ്ടമുണ്ടെങ്കിലും ശരി, ഇഷ്ടമില്ലെങ്കിലും ശരി, അതിനോട് യാതൊരു വെറുപ്പും കൂടാതെ ഭഗവാന്റെ പ്രീതിക്ക് വേണ്ടി ചെയ്യാം. ഇഷ്ടമനിഷ്ടം നോക്കേണ്ട ആവശ്യമില്ല. നമ്മൾ സാധാരണ നമ്മളൊരു കർമ്മം ചെയ്യുമ്പോൾ എനിക്ക് ഇഷ്ടമുള്ളതേ ഞാൻ ചെയ്യുള്ളൂ, ഇഷ്ടമില്ലാതെ ചെയ്യില്ല. ഭഗവാൻ എന്തല്ല പറഞ്ഞത്? എൻ്റെ ഇഷ്ടം എൻ്റെ അനിഷ്ടമല്ല നോക്കണ്ടേ. എന്താണ് ധർമ്മം പറയുന്നത്? എന്താണ് എൻ്റെ ധർമ്മം? അതായത് ഞാൻ ഗൃഹസ്ഥാശ്രമത്തിൽ ഉള്ള ഒരു വ്യക്തിയാണ്. അപ്പൊ ഗൃഹസ്ഥാശ്രമത്തിലെ ഒരു ഭർത്താവിന്റെ റോള്, ഒരു അച്ഛന്റെ റോള്, ഒരു എന്താ പറയാ, ഒരു ബന്ധുവിന്റെ റോള്, അല്ലെങ്കിൽ ഒരു സിറ്റിസന്റെ റോള്, ഇതൊക്കെ ഞാൻ നയിക്കുമ്പോൾ അതിൽ എന്ത് ധർമ്മം ചെയ്യണം? അത് ഇഷ്ടം അനിഷ്ടം നോക്കിയിട്ടല്ല ഞാൻ ചെയ്യേണ്ടത്. എനിക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഞാൻ മാത്രമേ ചെയ്യുള്ളൂ. എനിക്ക് എൻ്റെ ഇന്ദ്രിയങ്ങൾക്ക് ഇഷ്ടമുള്ളത് മാത്രമേ ചെയ്യുള്ളൂ. അത് പോരാ. എൻ്റെ ഇന്ദ്രിയങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിലും ശരി, ഇല്ലെങ്കിൽ ശരി, ധർമ്മം അത് അനുശാസിക്കുന്നുണ്ടെങ്കിൽ ഞാനത് ചെയ്തിരിക്കണം. അതിൻ്റെ ഫ്രൂട്ട്സും ഞാൻ പ്രതീക്ഷിക്കാൻ പാടില്ല. ഫ്രൂട്ട്സ് എങ്ങനെയാണ്? എതിർച്ച ലാഭസന്തുഷ്ടോ. അതിനെ നമ്മുടെ ആ ധർമ്മോ കർമ്മത്തിനനുസരിച്ച് അത് വന്നു ചേരും. അത് നമ്മൾ സ്വീകരിക്കുക, അല്ലാണ്ട് അതിന്റെ പിന്നാലെ ഓടേണ്ട ആവശ്യമില്ല. പ്രയാസം വേണ്ട എന്ന് പറയുന്നത് അല്ലേ? പ്രയാസം എന്ന് പറഞ്ഞാൽ ഓവർ എൻഡെവർ. അയ്യോ എനിക്ക് അത് കിട്ടിയില്ല, അത് കിട്ടണം, എങ്ങനെയും കിട്ടണം, അതിന്റെ പിന്നാലെ നമ്മള് ബെല്ലും ബ്രേക്കും ഇല്ലാണ്ട് ഓടുക. അത് പാടില്ല. വരുന്നത് തരട്ടെ, ഭഗവാൻ കന്നി തരും, അത് അക്സെപ്റ്റ് ചെയ്യുന്നു. അത് നല്ല രീതിയിൽ നമ്മൾ അത് ഹാൻഡിലും ചെയ്യുന്നു അല്ലേ? അപ്പോൾ അങ്ങനെ അതിന്റെ ഫ്രൂട്ട്സിനും വേണ്ടി നമ്മൾ ഓടാൻ പാടില്ല. അങ്ങനത്തെ ഒരു വ്യക്തിയാണ് എന്ത് റിനൺസിയന്റ് അല്ലെങ്കിൽ ത്യാഗി. അപ്പോൾ അങ്ങനത്തെ ഒരു വ്യക്തി, ആ തലത്തിലുള്ള ഒരു വ്യക്തി തീർച്ചയായിട്ടും ഈ ദ്വന്ദ്ങ്ങളിൽ നിന്ന് ദ്വന്ദ്വവിമുക്തനായിരിക്കും. അവർക്ക് തീർച്ചയായിട്ടും ഈ ഭൗതിക ലോകത്തിലെ ബന്ധനത്തിന്റെ കീഴിൽ വരില്ല. അതാണ് ലിബറേഷൻ എന്ന് പറയുന്നത് അർജുനനോട്. So one who is fully in Krishna consciousness is always a renouncer because he feels neither hatred nor desire for the results of his actions. സാധാരണ നമ്മളോട് സേവ ചെയ്യാൻ പറഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യുക? കുറേ സേവയുണ്ട്. ഓക്കെ, പൂമാല കെട്ടണം. ഇപ്പൊ അമ്പലത്തിലാണെന്ന് വിചാരിക്കും നമ്മൾ സേവ ചെയ്യാൻ. പൂമാല കെട്ടണം, കിച്ചണില് വെജിറ്റബിൾ നോക്കണം, പാത്രങ്ങൾ കഴുകണം, ഓക്കെ, ടോയ്ലറ്റ് കഴുകണം, ഡേറ്റി സർവീസ് ചെയ്യണം, ടീച്ചിങ് ചെയ്യണം, കീർത്തനം ചെയ്യണം, ബുക്ക് ഡിസ്ട്രിബ്യൂഷൻ ചെയ്യണം, ഓക്കെ, ഫണ്ട് കളക്ഷൻ ചെയ്യണം. ഇതെല്ലാം പല സേവയുണ്ട്. സേവയ്ക്ക് യാതൊരു ക്ഷാമവുമില്ല. അപ്പൊ ഇതിലിപ്പോ നമ്മളാണെങ്കിൽ എന്താണ് ചെയ്യുക? അതിൽ ഏതാ സെലക്ട് ചെയ്യുക? നമ്മളുടെ കംഫർട്ട് നോക്കിയിട്ട് ചെയ്യും, നമ്മളുടെ ഇഷ്ടം നോക്കിയിട്ട് അല്ലേ? എനിക്ക് ഏതാണ് ഇഷ്ടം? പൂജാരി സർവീസ്, ഞാനത് ചെയ്യട്ടെ പ്രഭു. ഓക്കെ, ക്ലാസ് എടുക്കാം, ഓക്കെ, ഞാൻ ചെയ്യാം പ്രഭുജി. നമ്മളുടെ ഒരു ആറ്റിറ്റ്യൂഡ്, നമ്മളുടെ ഒരു ഇഷ്ടം നോക്കിയിട്ട്. പക്ഷെ നമ്മളോട് പറയാണ് മേലാധികാരി, സീനിയർ ഡിവോട്ടീസ്, അവിടെ അതിന്റെ മേലാധികാരികൾ, പ്രഭു ബാത്റൂം ഒന്ന് ക്ലീൻ ചെയ്യണം കേട്ടോ, പ്രധാനപ്പെട്ട സന്യാസിമാർ വരണ്ട, അപ്പം വന്നിട്ട് ക്ലീൻ ചെയ്ത് വെക്കണം. പിന്നെ ടെമ്പിൾ ഒന്ന് ക്ലീൻ ചെയ്ത് വെക്കണം, അല്ലെങ്കിൽ കുറച്ച് അവരെ അവിടുന്ന് ആനയിച്ച് കൊണ്ടുവരണം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സർവീസ് പറയാം. അപ്പം പ്രഭു സോറി കേട്ടോ പ്രഭുജി, എനിക്ക് വേറെ വല്ല സേവം തരുമോ ചോദിക്കില്ലേ? നമുക്ക് കംഫർട്ടബിൾ അല്ലെങ്കിൽ
ഇവിടെ എന്താ പറയുന്നത്? ഒന്നിനോടും അതായത് ഇവിടെ വളരെ ക്ലിയർ ആയിട്ട് പറയുന്നത് നോക്കി ഇതില് ജ്ഞേയ നിത്യ സന്യാസി യോന ദ്വേഷ്ടി ന കാംക്ഷതി. ദ്വേഷ്ടി എന്താണ് ദ്വേഷ്ടി എന്ന് പറഞ്ഞാൽ? വേണ്ടോ? അബോസ്. അതായത് ഒരിക്കലും അതിനോട് ഒരു വെറുപ്പ് തോന്നാൻ പാടില്ല. ഏത് സേവ പറഞ്ഞാലും നമ്മൾ അതിന് സന്നദ്ധരായിരിക്കണം. അതാണ്. അപ്പോൾ നമ്മളുടെ സേവയുടെ ഫലം മാത്രം പോരാ, സേവ ഇറ്റ്സെൽഫ് ഷുഡ് ബി ഡെഡിക്കേറ്റഡ് ഭഗവാന് വേണ്ടിയിട്ട്. നമ്മൾ സാധാരണ എന്താ, സേവയുടെ ഫലം ഓക്കെ എനിക്ക് വേണ്ട, ഞാൻ ഫ്രീ ആയിട്ട്. അപ്പോൾ ടെമ്പിളിന്റെ ഉദാഹരണം എടുക്കാം. ടെമ്പിളിന് ഞാൻ എന്ത് സേവിക്കും, എനിക്ക് അതിന് റിമ്യൂണറേഷൻ വേണ്ട, അതിന് യാതൊരു മോണിറ്ററി റിവാർഡും വേണ്ട, ഞാൻ ഫ്രീ ആയിട്ട് രാവിലെ മുതൽ വൈകുന്നേരം വരെ സേവ ചെയ്യാം, എനിക്കൊന്നും വേണ്ട. അത് നമ്മൾ ത്യജിക്കും. പക്ഷെ സേവ ഞാൻ ആഗ്രഹിക്കുന്ന പോലെ ആയിരിക്കണം. എനിക്ക് ഇത് ഇഷ്ടമാണ്, ഇത് ഇഷ്ടമല്ല, ഇല്ലേ? പക്ഷെ ഇവിടെ എന്താ പറയണേ? അതും പാടില്ല. വർക്ക് നോട്ട് ഓൺലി ദ റിസൾട്ട്, ദ വർക്ക് ആൾസോ ഷുഡ് ബി ഡെഡിക്കേറ്റഡ്. അതിൽ നമുക്ക് അത് വേണ്ട, ഇത് വേണ്ട. അപ്പോഴാണ് നമ്മൾ പൂർണ്ണമായിട്ടും ഒരു ത്യാഗിയാവുന്നത്. മറ്റത് ഹാഫ് ത്യാഗിയാണ്. ഫലം മാത്രം നമ്മൾ ത്യജിക്കുന്നു, പക്ഷെ വർക്ക് നമ്മളുടെ ഇഷ്ടം. ക്ലിയർ ആയോ? So, such a renouncer dedicated to the trans-loving service of the Lord is fully qualified in knowledge because he knows his constitutional position in his relationship with Krishna. അങ്ങനത്തെ ഒരു ത്യാഗിയാണ് ശരിക്കും തൻ്റെ ആ റിലേഷൻഷിപ്പ്, ഭഗവാനായിട്ടുള്ള റിലേഷൻഷിപ്പ് മനസ്സിലാക്കി പ്രവർത്തിക്കുന്നത്. അപ്പൊ ഫലം മാത്രം ത്യജിച്ചാൽ പോരാ, നമ്മുടെ വർക്കും കൂടി, ഏത് വർക്ക് തന്നാലും ശരി, അത് ഭഗവാനെ ഡെഡിക്കേറ്റ് ചെയ്യുക. അതിൽ ഇഷ്ടം അനിഷ്ടം, നല്ലത് ചീത്ത, അങ്ങനെ നമ്മൾ കാണാതിരിക്കുക. അതാണ് ഫുൾ ഡെഡിക്കേഷൻ. He knows fully well that Krishna is the whole and that he is part and parcel of Krishna. Such knowledge is perfect because it is qualitatively and quantitatively correct. അപ്പോൾ നമ്മൾ ഭഗവാന്റെ അംശങ്ങളാവുന്നു. ഭഗവാന്റെ ആ ക്വാളിറ്റീസ് നമുക്കുണ്ട് മൈന്യൂട്ട് ഡിഗ്രിയിൽ. ഭഗവാൻ 100% ആണെങ്കിൽ നമുക്ക് വളരെ ചെറിയൊരു അംശം മാത്രം, 1%, 2%, 3%, അങ്ങനെ. ഒരിക്കലും നമുക്ക് ഭഗവാന് തുല്യമായിട്ട് നിൽക്കാൻ പറ്റില്ല. The concept of oneness with Krishna is incorrect because the part cannot be equal to the whole. ഒരു ചെറിയൊരു അംശം ഒരിക്കലും ഒരു ഫുൾ ആവുന്നില്ല. അത് എപ്പോഴും അംശം തന്നെയാണ്. നമ്മളല്ല, അതാണ് ഭഗവാൻ പറയുന്നത്, മമയ വാംശു ജീവലോകെ ജീവഭൂത സനാതന. എന്റെ അംശങ്ങളാണ്. അപ്പൊ നമ്മളെങ്ങനെ ഫുള്ളാന്ന് പറയാം? ഈ ഭൗതിക ലോകത്തില് നമ്മളെല്ലാം ഭഗവാന്റെ അംശങ്ങളാന്ന് പറഞ്ഞാൽ ഒരിക്കലും നമ്മൾ ഫുള്ളാവാൻ പോകുന്നില്ല ഏത് സമയത്തും. സോ നോളേജ് that one is one in quality yet different in quantity is correct transcendent knowledge leading one to become full in himself. ആ ഒരു അറിവാണ് നമ്മളെ പൂർണ്ണതയിലേക്ക് കൊണ്ടിരുന്നത്. അതാണ് ഇന്ന് ഞാൻ അംശമാണ്, നാളെ ഞാൻ ഫുൾ ആവും, ഭഗവാനെ പോലെ ആവും, അല്ലെങ്കിൽ ഭഗവാനാവും. അത് തെറ്റായിട്ടുള്ള സിദ്ധാന്തമാണ്. ഒരിക്കലും നമ്മൾ ഭഗവാനാവാൻ പോകുന്നില്ല. അംശമായിട്ട് തന്നെ. കാരണം നമ്മള് ഭഗവാൻ പറയുന്നത് എന്താണ്? സനാതനം എന്ന് പറയുന്നു, എറ്റേണൽ ആണ്. അപ്പൊ അതിന് യാതൊരു മാറ്റം സംഭവിക്കില്ല. ഈ അംശമാകുന്ന ആത്മാവിന് ഒരു തരത്തിലുള്ള പരിണാമങ്ങളും, ശരീരത്തിന് പരിണാമം സംഭവിക്കും അല്ലെ? എന്താണ് പരിണാമം? ശരീരത്തിന്റെ പരിണാമം എന്തൊക്കെയാണ്? ജനിക്കുന്നു, വളരുന്നു, ചിലതൊക്കെ ചെയ്യുന്നു, പിന്നെ അസുഖം വരുന്നു, മരണം. അപ്പൊ അത് മാറ്റം സംഭവിക്കും. അംശത്തിന് ഒരിക്കലും മാറ്റം സംഭവിക്കില്ല. അംശം എപ്പോഴും അംശം തന്നെ. വി ആർ എറ്റേണലി പാർട്ട് ആൻഡ് പാർസൽ ആണ്. ഒരിക്കലും നമ്മൾ ഒരു കാലത്ത് കുറേ കാലം കഴിഞ്ഞാൽ, കോടി വർഷങ്ങൾ കഴിഞ്ഞാൽ ഞാൻ ഭഗവാനാവും എന്ന് എവിടെയെങ്കിലും ഭഗവാൻ പറഞ്ഞിട്ടുണ്ടോ? ഏതെങ്കിലും ശ്ലോകത്തിൽ ഡയറക്റ്റ്ലി ഇൻഡയറക്റ്റ്ലി എവിടെയും പറഞ്ഞിട്ടുണ്ടോ? ഒരിക്കലും പറഞ്ഞില്ല. ഭഗവാൻ മമ വാംശ ജീവലോകെ ജീവഭൂത സനാതന എന്ന് പറയുന്നു. എറ്റേണൽ. ഒരിക്കലും നമ്മൾ ഭഗവാനെ പോലെ ആവില്ല. അപ്പൊ അതുകൊണ്ട് ക്വാളിറ്റിയിൽ ഭഗവാന്റെ ക്വാളിറ്റീസിന്റെ ഇൻ മൈന്യൂട്ട് ക്വാണ്ടിറ്റി
എന്നുള്ള ആ അറിവ് നമ്മൾ മനസ്സിലാക്കുക. നോളേജ് ദാറ്റ് വൺ ഈസ് വൺ ഇൻ ക്വാളിറ്റി യെറ്റ് ഡിഫറെന്റ് ഇൻ ക്വാണ്ടിറ്റി ഈസ് കറക്റ്റ് ട്രാൻസെൻഡന്റ് നോളേജ് ലീഡിങ് വൺ ടു ബിക്കം ഫുൾ ഇൻ ഹിംസെൽഫ്. അതാണ് നമ്മുടെ പൂർണ്ണത. ഈ അറിവാണ് നമ്മുടെ പൂർണ്ണത. ഹാവിങ് നത്തിങ് ടു അസ്പയർ ടു ഓർ ലാവൻഡ് അവർ. അപ്പൊ നമ്മള് ഒന്നിനെ പറ്റിയും വേവലാതിപ്പെടേണ്ട. ഓക്കെ, ലാമെന്റ്, ഒന്ന് ആഗ്രഹിക്കാനും പോണ്ട, ഒന്ന് വേവലാതിപ്പെടാനും പോണ്ട. എന്തുകൊണ്ട് വേണ്ട? കാരണം ഇത് നമ്മുടെ കൺട്രോളിലല്ല. എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അതിനെ ഇല്ലാതാക്കാൻ നമുക്ക് പറ്റുമോ? ഇല്ല. സംഭവിച്ചു കഴിഞ്ഞു, കാൺ അൺഡു ദാറ്റ്. സംഭവിക്കാൻ പോകുന്ന കാര്യം നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റും. എങ്ങനെ ചെയ്യാൻ പറ്റും? ഭക്തിയോട് കൂടിയിട്ട് നമ്മളെ ഭഗവാനെ സമർപ്പണം ചെയ്താൽ വരാൻ പോകുന്നത് അതിന് കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തും. പക്ഷെ അതിനെപ്പറ്റി നമ്മൾ ദുഃഖിക്കേണ്ട ആവശ്യമില്ല. എനിക്ക് ഇന്നത് വരാൻ പോകുന്നു പറഞ്ഞിട്ട്. കാരണം അതിനെ മാറ്റാനുള്ള സംവിധാനം, അതിനുള്ള അവസരം ഭഗവാൻ നമുക്ക് തരുന്നുണ്ട്. നമ്മളുടെ ഫ്യൂച്ചർ, നമ്മളുടെ അടുത്ത ജന്മം എങ്ങനെയായിരിക്കണം എന്ന് നമുക്ക് ഏകദേശമൊക്കെ നമ്മളുടെ ഇപ്പോഴത്തെ കർമ്മത്തിന്റെ അനുസരിച്ച് നമുക്ക് തീരുമാനിക്കാൻ പറ്റും. നമ്മൾ ഒരു ഭക്തനാണോ അതോ പാപകർമ്മങ്ങൾ ചെയ്യുന്ന ഒരു വ്യക്തിയാണോ? അതിന്റെ അടിസ്ഥാനത്തിൽ നമുക്കറിയാം നമ്മുടെ ഡെസ്റ്റിനേഷൻ, നമ്മൾ എവിടെ പോകുന്നു, ഏത് ശരീരം ധരിക്കാൻ പോകുന്നു, ഇതൊക്കെ നമുക്ക് ഏകദേശം. പക്ഷെ അതിനെപ്പറ്റി ദുഃഖിച്ച കാര്യമില്ല, നമ്മളാണ് അതിന്റെ കാരണക്കാരൻ. അപ്പൊ അതുകൊണ്ട് ദുഃഖിച്ചിരുന്ന കാര്യം പറയുന്ന പോലെ, അതായത് നിങ്ങൾക്ക് വല്ല പ്രശ്നമുണ്ടോ? ദുഃഖങ്ങളുണ്ടോ? ഉണ്ട്. എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? പറ്റും. പിന്നെന്തിനാ ദുഃഖിക്കുന്നത്? നിങ്ങൾക്ക് പ്രശ്നങ്ങളുണ്ടോ? ഉണ്ട്. എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? പറ്റില്ല. പിന്നെ എന്തിനാ ദുഃഖിക്കുന്നത്? അപ്പൊ രണ്ടും നമ്മൾ ദുഃഖിച്ചിട്ട് കാര്യമില്ല. നമുക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ എന്തായാലും അത് സോൾവ് ചെയ്യാനുള്ള കഴിവുണ്ട്. അപ്പൊ നമ്മൾ ദുഃഖിക്കേണ്ട ആവശ്യമില്ല. ചെയ്യാൻ പറ്റില്ല, സോൾവ് ചെയ്യാൻ പറ്റില്ല, എന്തായാലും നമുക്ക് അത് അനുഭവിച്ചേ പറ്റൂ. അപ്പൊ രണ്ട് തലത്തിനും നമ്മൾ ദുഃഖിക്കേണ്ട ആവശ്യമില്ല. അപ്പൊ അതുകൊണ്ട് കാംക്ഷതി എന്താ പറഞ്ഞ സോംക്ഷതി കാംക്ഷതി അല്ലേ? ദ്വേഷ്ടി കാംക്ഷതി. അപ്പൊ നമ്മള് ആഗ്രഹിക്കും, അതായത് അതിനെ പറ്റിയിട്ട് വേവലാതിപ്പെടേണ്ട, ദുഃഖിക്കേണ്ട ആവശ്യമില്ല. There is no duality in his mind because whatever he does for Krishna. എന്തെല്ലാം ചെയ്യുന്നു അതെല്ലാം ഭഗവാന്റെ പ്രീതിക്ക് ആവുകൊണ്ട് നമുക്ക് അതിനെപ്പറ്റി വേവലാതിപ്പെടേണ്ട ഒരു ആവശ്യമില്ല. Being thus freed from the platform of dualities, he is liberated even in this material world. അപ്പൊ ഈ ഭൗതിക ലോകത്തിൽ തന്നെ നമുക്ക് മുക്താത്മാക്കളായിട്ട് ജീവിക്കാൻ പറ്റും, ഈ ഒരു ആദർശങ്ങൾ നമ്മൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ. ഇവിടെ ഭൗതിക ലോകത്തില് നമുക്ക് മുക്താത്മാക്കളായിട്ട് ജീവിക്കാൻ പറ്റും. ഇത് ഫോളോ ചെയ്യണം. എന്താണ് ഫോളോ ചെയ്യേണ്ടത്? ഒന്നിനോട് നമുക്കൊരു വെറുപ്പ് പാടില്ല, നമ്മളുടെ ഫലം ഇച്ഛിക്കാൻ പാടില്ല, ദ്വന്ദ്ങ്ങളിൽ നിന്ന് നമ്മൾ മുക്തരായിരിക്കണം. അപ്പൊ നമ്മൾ ഈ ബന്ധനത്തിൽ നിന്നും മുക്തരാകും. അതാണ് അർജുനോട് ഭഗവാൻ പറഞ്ഞു കൊടുക്കുന്നത്. ഓക്കെ, ഒരു ശ്ലോകം കൂടി എടുക്കാം അല്ലേ? സമയമുണ്ടല്ലോ അല്ലേ? കുഴപ്പമില്ലല്ലോ. ചെറിയ ശ്ലോകം എടുക്കാം. ടെക്സ്റ്റ് 4. സാഖ്യ യോഗോ പൃഥക് ബാലാം പ്രവദന്തീന പണ്ഡിതാം ഏകം അപി ആസ്ഥിതാ സമ്യക് ഉഭയോർവിന്ദതേ ഫലം. സാഖ്യ യോഗോ പൃഥക് ബാലാ പ്രവദന്തീന പണ്ഡിതാം ഏകം അപി ആസ്ഥിതാ സമ്യക് ഉഭയോർവിന്ദതേ ഫലം. സ്മിത മാതാജി. മ്യൂട്ടാണ് കേട്ടോ. ഓം നമോ ഭഗവതേ വാസുദേവായ. സാഖ്യയോഗോ പൃഥക് ബാലാ പ്രവദന്തീന പണ്ഡിതാഃ ഏകമപ്യാസ്ഥിതാഃ സമ്യക് ഉഭയോർവിന്ദതേ ഫലം. ഹരേ കൃഷ്ണ. മംഗള മാതാജി. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. സാഖ്യയോഗോ പൃഥക് ബാലാ പ്രവദന്തി ന പണ്ഡിതാ ഏകം അപ്യസ്ഥിത സമ്യക് ഉഭയോർവിന്ദതേ ഫലം. സുചി മാതാജി. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ.
സാഖ്യയോഗ പൃഥക് ബാല പ്രവദന്തിന പണ്ഡിത ഏകമപ്യാസ്ഥിത സമ്യക് ഉഭയോർവിന്ദതേ ഫലം. ഹരേ കൃഷ്ണ. അതിന്റെ ട്രാൻസ്ലേഷൻ കൂടി വായിച്ചാൽ മതി. ഹരേ കൃഷ്ണ. ഭക്തിയുത സേവനം, കർമ്മയോഗം. പ്രപഞ്ചത്തെ വിശകലനം ചെയ്തുള്ള പഠനം സാഖ്യയോഗത്തിൽ നിന്ന് വ്യത്യസ്തമാണെന്ന് പറയുന്നത് അജ്ഞാനികളാണ്. ഇവയിൽ ഏതെങ്കിലും ഒന്നിൽ നിപുണനായി കഴിഞ്ഞാൽ രണ്ടിന്റെയും ഫലം കിട്ടുമെന്ന് യഥാർത്ഥ പണ്ഡിതന്മാർ പറയുന്നു. ഹരേ കൃഷ്ണ. ഹരി ബോൾ. Haribol. Only the ignorant speak of devoted service karma yoga as being different from the analytical study of material world Sankhya. Okay, those who are actually learned say that he who applies himself well to one of these paths achieves the results of both. അപ്പോ ഒരു ഇഗ്നോറന്റ്, അറിവില്ലാത്ത ഒരു അജ്ഞത കൊണ്ട് മാത്രമാണ്, അതായത് ഭക്തിയുടെ സേവനം, കർമ്മയോഗ, കർമ്മയോഗ ഇൻ കൃഷ്ണ കോൺഷ്യസ്നസ് ഈസ് ബീങ് ഡിഫറെന്റ് ഫ്രം അനാലിറ്റിക്കൽ, സാഖ്യയോഗയിൽ നിന്ന് വ്യത്യസ്തമാണെന്ന് ധരിക്കുള്ളൂ. ദോസ് ആർ ആക്ച്വലി ആണ് ശരിക്കും വിദ്വാൻമാര്, പണ്ഡിതന്മാര് എന്താണ് പറയുന്നത്? that he who applies himself well to one of these paths achieve the results of. ഏത് പാത എടുത്താലും ശരി will achieve the same results of the both. അതായത് സാഖ്യയോഗ ആൻഡ് ഭക്തിയോഗ both leads to the same goal. അതേ ലക്ഷ്യത്തിലേക്ക് എത്തിക്കുന്നു. ഡിവോഷൻ സർവീസ് ഡയറക്റ്റ് ആണ്, മറ്റേത് ഇൻഡയറക്റ്റ് ആണ്. എന്താണ് ഡയറക്റ്റും ഇൻഡയറക്റ്റും ഇവിടെ പറയാൻ കാരണം? അതിൽ നമ്മൾ കൂടുതൽ നമ്മളുടെ ബുദ്ധി ഉപയോഗിക്കുന്നില്ല. എന്താണ് ഗുരു സാധു ശാസ്ത്ര പറയുന്നത്? അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ജീവിക്കുന്നു. നമ്മൾ അതിനെ അനലൈസ് ചെയ്യാൻ പോകുന്നില്ല. അനലൈസ് ചെയ്താലും എത്തുന്നത് തന്നെ ഭക്തി മാർഗത്തിലെത്തും. കുറെ നമ്മൾ അനാലിറ്റിക്കൽ സ്റ്റഡി ചെയ്താലും, സാഖ്യ ഫിലോസഫിയിൽ നമ്മൾ ഒരുപാട് റിസർച്ച് ചെയ്താലും നമ്മൾ എത്തുന്നത് എന്താണ്? അവസാനത്തിൽ ഭക്തിയോഗ. അപ്പൊ രണ്ട് മാർഗം ഒന്നിലേക്ക്, ഒന്ന് ഡയറക്റ്റ് ആണ്, ഒന്ന് ഇൻഡയറക്റ്റ് ആണ്. ഡയറക്റ്റ് പറഞ്ഞാൽ ഭക്തിയുത സേവനം ഡയറക്റ്റ് ഇമ്മീഡിയറ്റ് ആണ്, മറ്റത് കുറച്ച് സമയം എടുക്കും. പക്ഷെ ഗോൾ ഈസ് ദ സെയിം, റിസൾട്ട് ഈസ് ദ സെയിം. അപ്പോ കർമ്മയോഗ ഇൻ കൃഷ്ണ കോൺഷ്യസ്നസ് ആൻഡ് സാഖ്യയോഗ ബേസിക്കലി ബോത്ത് ആർ സെയിം, രണ്ടും ഒരേതാണ്. പക്ഷെ ഒന്ന് ഡയറക്റ്റ് ആണ്, ഈസിയാണ്, മറ്റത് ഇൻഡയറക്റ്റ് ആണ്, കുറച്ച് ട്രബിൾസം ആണ്. പക്ഷെ റിസൾട്ട് ഇത് സെയിം. എന്താണ് സാഖ്യയോഗ എന്ന് ഇവിടെ ഉദ്ദേശിക്കുന്നത്? എന്താണ് സാഖ്യയോഗ? എന്താണ് നിങ്ങൾ എന്താണ് മനസ്സിലാക്കുന്നത് സാഖ്യയോഗ എന്ന് പറഞ്ഞു? അന്വേഷിച്ചറിഞ്ഞിട്ട് പോണതാണ് പ്രഭുജി എല്ലതും. അന്വേഷിച്ചറിഞ്ഞ് കണ്ടുപിടിക്കുന്നു. ഓക്കെ, വെരി ഗുഡ്. സുചി മാതാജി എന്താണ്? കണ്ടെത്തും, ചിലങ്ങളിൽ എത്തുമ്പോ അത് ശരിയാവണമെന്നില്ല. എന്താണ് അന്വേഷിച്ചറിയോ, അത് ചിലപ്പോ ഊഹാപോഹങ്ങളിലൂടെ എത്തുന്നില്ലേ? അല്ല, എന്താണ് സാഖ്യയോഗ? കപില മഹർഷി ദേഹവതിക്ക് പറഞ്ഞു കൊടുക്കുന്നത് സാഖ്യയോഗയാണ്. അതന്നെ പറയുന്നു. അത് അൾട്ടിമേറ്റ്ലി ഡിവോഷൻ സർവീസ് ആണ്. പക്ഷേ ഒന്ന് ഞാൻ പറഞ്ഞ പോലെ ഒന്ന് ഡയറക്റ്റ് ആണ്, ഒന്ന് ഇൻഡയറക്റ്റ്. സാഖ്യയോഗ ഇറ്റ്സ് കുറച്ചുകൂടി നമ്മൾ വിശദമായിട്ട് അനലൈസ് ചെയ്ത് പഠിക്കുന്നു. എന്താണ് ഈ അനാലിറ്റിക്കൽ സ്റ്റഡി? നമ്മളുടെ ധർമ്മത്തിനെ കുറിച്ചിട്ടാണ് പ്രഭുജി പറയുന്നത്. അല്ല, സാഖ്യയോഗയിലെ എത്ര എലിമെന്റ്സിനെ പറ്റിയിട്ടാണ് പഠിപ്പിക്കുന്നത്? പിന്നെ എന്താ പറയാ, പഞ്ചഭൂതങ്ങളെ കുറിച്ചിട്ടാണോ? സ്മിത മാതാജി, എത്ര എലിമെന്റ്സ് ആണുള്ളത് ടോട്ടല്? 24. 24. അപ്പൊ എന്താണ് ഓരോ എലിമെന്റിനും നമ്മൾ പഠിച്ചിട്ട് നേത്തി ഇതാ, ഭൂമി ഇതല്ല, ആപോ ഇതല്ല, അനലോ ഇതല്ല, കം ഇതല്ല. അതായത് പഞ്ചധാതുക്കള്, 5 ജ്ഞാനേന്ദ്രിയങ്ങള്,
5 കർമ്മേന്ദ്രിയങ്ങള്, 5 വിഷയങ്ങള്. അതായത് എന്താണ് പറയാ, വിഷയങ്ങൾക്ക് എന്താ പറയാ, സെൻസ് ഒബ്ജക്ട്സ്. ആ ഇന്ദ്രിയ വിഷയങ്ങൾ. അങ്ങനെയുള്ള ആ കാര്യങ്ങൾ. ഓക്കെ. എത്രയായി ടോട്ടല്? തന്മാത്ര, സെൻസ് ഒബ്ജക്ട്സ് തന്മാത്ര. ഓക്കെ, അപ്പൊ എത്രയായി? 20 ആയില്ലേ. 5 പഞ്ചമഹാഭൂതങ്ങള്, 5 കർമ്മേന്ദ്രിയങ്ങള്, 5 ജ്ഞാനേന്ദ്രിയങ്ങള്, 5 തന്മാത്ര, 20. 4 5 20. പിന്നെ മനസ്സ് മനസ്സ്, ബുദ്ധി, അഹങ്കാരം എത്രയായി? 23. 23. പിന്നെ പ്രധാൻ അല്ലെങ്കിൽ 3 മോഡ്സ് ഓഫ് മെറ്റീരിയൽ നേച്ചർ 24. അപ്പൊ 24 എലിമെന്റിനെ പഠിക്കുക. ഇതൊന്നല്ല. എന്നിട്ട് അവസാനം ആണ് കൺക്ലൂഷനിലെത്തുന്നത് ജീവാത്മാവ്, പരമാത്മാവ്, പ്രകൃതി, കർമ്മം, കാലം ഇതിനൊക്കെ പഠിച്ച് പിന്നെ ഇത് നമ്മൾ ഈ ജീവാത്മാവ് എങ്ങനെ ഈ പ്രകൃതിയിൽ നിന്ന് പരമാത്മാവിന്റെ ആ ധാമത്തിലേക്ക് എങ്ങനെ പോകാൻ പറ്റും, എന്ത് ചെയ്യണം, അങ്ങനെ നമ്മൾ അനലൈസ് ചെയ്ത് പഠിച്ചതാണ് ഭക്തിയോഗത്തിലെത്തുന്നത്. ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഡിവോട്ടീസ് എന്ത് ചെയ്യുന്നു? ഇതൊന്നും പഠിക്കേണ്ട ആവശ്യമില്ല. ഗുരു പറഞ്ഞു, സാധു പറഞ്ഞു, ശാസ്ത്രം പറയുന്നു. ഇത് ഈ മനുഷ്യജന്മം വളരെ റയറായിട്ട് കിട്ടിയതാണ്, വളരെ വിരളമായിട്ട് കിട്ടുന്നതാണ്. നിങ്ങൾ ഭക്തിയോഗം, ഭക്തിമാർഗം ചെയ്യൂ, ഫോളോ ചെയ്യൂ, എത്തും. ഇതിനൊന്നും നമ്മൾ പഠിക്കേണ്ട ആവശ്യമില്ല, അനലൈസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഒരു ശാസ്ത്രജ്ഞന്റെ കയ്യിൽ ഒരു സാധനം കിട്ടിയാൽ അതെല്ലാം കീറി പറിച്ച് അതിനെല്ലാം അനലൈസ് ചെയ്യും. അതൊക്കെ അനലൈസ് ചെയ്ത് നമുക്ക് തയ്യാറാക്കി തന്നിട്ടുണ്ട്. അപ്പൊ സാഖ്യയോഗ കപില മഹർഷി ദേവോദിഗി ആൾറെഡി പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അതിൻ്റെത്. അപ്പൊ നമുക്ക് ഡയറക്ട്ലി ഡിവോഷണൽ ആക്ടിവിറ്റി ആണ് ചെയ്യാം. പിന്നെ വീണ്ടും നമ്മൾ അതിനെ വെട്ടിമുറിച്ചിട്ട് അനലൈസ് ചെയ്യേണ്ട ആവശ്യമില്ല. ആൾറെഡി ഇതെല്ലാം അനലൈസ് ചെയ്ത് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പൊ ഡയറക്ട്ലി നമുക്ക് ഭക്തിയോഗ ചെയ്താൽ മതി. അപ്പോ ചുരുക്കത്തില് സാഖ്യ ഫിലോസഫിയും ഭക്തിയോഗയും പ്രിൻസിപ്പലി ഒന്നാണ്, അതിന്റെ ലക്ഷ്യം ഒന്നായതുകൊണ്ട്. അതാണ് പറഞ്ഞത്, those who are actually learned say that he who applies himself well to one of these paths, ഏതെങ്കിലും ഒരു പാത്ത്, achieves the results of both. രണ്ടിനെയും ആ റിസൾട്ട് കിട്ടുന്നു. അപ്പൊ സാഖ്യ ഫിലോസഫി എന്ന് പറഞ്ഞാൽ സ്റ്റഡി ഓഫ് 24 എലിമെന്റ്സ് ഓഫ് ദ മെറ്റീരിയൽ വേൾഡ്. എന്നിട്ട് ഫൈനലി കമ്മിങ് ടു ദ കൺക്ലൂഷൻ ദാറ്റ് ഭക്തി ഈസ് ദ അൾട്ടിമേറ്റ് വേ. അതാണ് നമ്മുടെ പരമലക്ഷ്യം. അത് മാത്രമാണ് നമ്മളെ ഭഗവാനിലേക്ക് അടുപ്പിക്കുള്ളൂ എന്നുള്ള ആ ജ്ഞാനത്തിലെത്തുക. സോ ദ എയിം ഓഫ് ദ അനാലിറ്റിക്കൽ സ്റ്റഡി ഓഫ് ദ മെറ്റീരിയൽ വേൾഡ് ഈസ് ടു ഫൈൻഡ് ദ സോൾ ഓഫ് എക്സിസ്റ്റൻസ്. കണ്ടോ, ദ ഫസ്റ്റ് സെന്റൻസ് ഇറ്റ്സെൽഫ് പ്രഭാത ഹിറ്റിയാണ്. അപ്പൊ ഈ അനാലിറ്റിക്കൽ സ്റ്റഡിയുടെ ലക്ഷ്യം തന്നെ നമ്മളുടെ ആത്മാവിന്റെ അസ്തിത്വത്തെ മനസ്സിലാക്കുക എന്നുള്ളതാണ്. The aim of the analytical study of the material world is to find the soul of it. The soul of the material world is Vishnu or the super soul. ഈ ബ്രഹ്മാണ്ടത്തിന്റെ സോൾ ആരാണ്? വിഷ്ണു. അപ്പൊ ആരാണത്? സൂപ്പർ സോൾ. ഡിവോഷണൽ സർവീസ് ടു ലോർഡ് എൻഡെയിൽ സർവീസ് ടു സൂപ്പർ സോൾ. ഡിവോഷണൽ ഭക്തി എന്ന് പറഞ്ഞാൽ ഭഗവാനെ സേവിക്കുക എന്നുള്ള. വൺ പ്രോസസ് ഈസ് ടു ഫൈൻഡ് ദ റൂട്ട് ഓഫ് ദ ട്രീ and the other is to water the root. സാഖ്യയോഗ എന്ന് പറഞ്ഞാൽ അതിന്റെ റൂട്ട് എവിടെ, അതിന്റെ കോസ് എവിടെ, അത് കണ്ടുപിടിക്കുക. മറ്റത് ആ റൂട്ടിന് നമ്മൾ മനസ്സിലാക്കി അതിനെ വെള്ളം കൊടുത്തിട്ട് പോഷിപ്പിക്കുക. The real student of Sankhya philosophy finds the root of the material world, Vishnu, and then in perfect knowledge engages himself in the service of the Lord. അപ്പോൾ സാഖ്യ ഫിലോസഫിയിൽ ഫോളോ ചെയ്യുന്ന ഭക്തന്മാരെന്താണ്, ആ വൃക്ഷത്തിന്റെ സാഖ്യ ഫിലോസഫി മുഖേന അതിന്റെ വൃക്ഷത്തിന്റെ മൂലം കാണുന്നു, അല്ലെ, അതിന്റെ റൂട്ട് കാണുന്നു. Therefore, in essence, there is no difference between the two because the aim of both is Vishnu. രണ്ടിന്റെയും ലക്ഷ്യം വിഷ്ണുവിനെ പ്രാപിക്കുക എന്നുള്ളതാണ്. Those who do not know the ultimate end say that the purpose of Sankhya and Karma Yoga are not the same. അപ്പോൾ കർമ്മത്തിലൂടെയും അനാലിറ്റിക്കൽ സ്റ്റഡി, അതായത് സാഖ്യയോഗത്തിലൂടെയും എത്തിച്ചേരുന്നത് ഒരേ റിസൾട്ടാണ്, ഒരേ ലക്ഷ്യത്തിലാണ്. അറിയാത്തവരാണ് ഇത് രണ്ട് വഴിയാണ്, രണ്ടും റിസൾട്ടാണെന്ന് പറയുന്നത്.
But one who is learned knows the unifying aim of these different processes. അപ്പോൾ പ്രഭുപാദ ഇവിടെ ഈ പർപ്പോട്ടില് വളരെ ക്ലിയർ ആയിട്ട് പറയുന്നു, രണ്ടിന്റെയും എയിം, ലക്ഷ്യം എന്നാണ്. പാതകള്, വഴി ചിലപ്പോൾ കുറച്ച് വ്യത്യാസമുണ്ടായിരിക്കാം, പക്ഷെ എയിം, ലക്ഷ്യം ഒന്നാണ് പറയുന്നത്. അപ്പോൾ കർമ്മയോഗ ഇൻ കൃഷ്ണ കോൺഷ്യസ്നസ്, ഇൻ അതർ വേർഡ്സ് ഭക്തിമാർഗം തന്നെ അതിനെ വിശേഷിപ്പിക്കേണ്ടത്. വെറും കർമ്മയോഗമല്ല, അതായത് നമ്മുടെ ഇന്ദ്രിയ തൃപ്തിക്ക് വേണ്ടിയിട്ടുള്ള കർമ്മമല്ല അവിടെ പറയുന്നത്. ഈ ചാപ്റ്ററിന്റെ ഹെഡിങ്ങിന് എന്താണ്? കർമ്മയോഗ ഇൻ കൃഷ്ണ കോൺഷ്യസ്നസ്. അപ്പൊ അതും സാഖ്യയോഗയും ലക്ഷ്യത്തിൽ ഒന്ന് തന്നെയാണ്, വ്യത്യാസമായിരിക്കും അതിന്റെ വഴികൾ. ഒന്ന് അനലൈസ് ചെയ്തിട്ട് മനസ്സിലാക്കുന്നു, ഒന്ന് ഡയറക്റ്റ് മനസ്സിലാക്കുന്നു. രണ്ടുപേരും വിഷ്ണുവിനെ സമീപിക്കാൻ, വിഷ്ണുവിനെ ലഭിക്കാൻ വേണ്ടിയിട്ടാണ് പ്രയത്നിക്കുന്നത്. ഒന്ന് കുറച്ച് ഇൻഡയറക്റ്റ് ആണ്, ഒന്ന് ഡയറക്റ്റ് ആണ്. ഡയറക്റ്റ് ആവാൻ കാരണം നമ്മള്, അതായത് ഭക്തന്മാരെ, ഗുരു, സാധു, ശാസ്ത്ര ഫോളോ ചെയ്യുന്ന ആൾക്കാരെ അതിന് സമയം ചെലവഴിക്കുന്നില്ല. കാരണം ആൾറെഡി നമുക്ക് ലഡ്ഡു ഉണ്ടാക്കിയിട്ട് നല്ല ഗോളാക്കിയിട്ട് നമുക്ക് അതിൻ്റെ വായിൽ വെച്ച് തന്നിട്ടുണ്ട്, നമുക്കത് ചമച്ച് കഴിക്കുന്നുണ്ട്. മറ്റൊന്ന് അവർ ലഡ്ഡു ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു, എന്നിട്ട് കഴിക്കണം. അപ്പൊ ഏതാ ഈസി? നേരിട്ട് ലഡ്ഡു ഉണ്ടാക്കിയിട്ട് നമ്മുടെ വായിൽ വെച്ച് തരുമ്പോൾ നമുക്ക് എന്താ ചെയ്ത് കഴിക്കുന്നുണ്ട്. മറ്റൊരു കുറച്ച് അവർ സാധനങ്ങളൊക്കെ മാർക്കറ്റിൽ നിന്ന് കൊടുന്ന്, മധുരം, എന്താ പറയുക, പഞ്ചസാര കൊടുന്നു, ബേസിൻ കൊടുന്നു, പിന്നെ നെയ്യ് കൊടുന്നു, അതെല്ലാം കൊടുന്നിട്ട് അതിൻ്റെ വേണ്ട പ്രോസസ്സ് അത് കഴിഞ്ഞിട്ട് അതിനെ ഉരുട്ടി അതിന് ലഡ്ഡു ഉണ്ടാക്കിയിട്ട് കഴിക്കുന്നു. അപ്പോൾ കുറച്ച് സമയം എടുക്കും ഇല്ലേ? ഭക്തന്മാര് സ്മാർട്ടാണ്. പ്രഭുപാദ ഒരു പ്രാവശ്യം പ്രഭുപാദ തൻ്റെ ഭക്തന്മാരോട് ചോദിച്ചു, ഭക്തന്മാര് സിമ്പിൾ ആണോ അതോ ക്രിക്കഡ് ആണോ ചോദിച്ചു. ക്രിക്കഡ് എന്ന് പറഞ്ഞാൽ എന്താ അറിയോ? കുറച്ച് വളഞ്ഞിട്ട്, ട്രിക്കി. അപ്പൊ ഭക്തന്മാർ പറഞ്ഞു, പ്രഭുപാദ, ഡിവോട്ടീസ് ആർ സിമ്പിൾ, ദേ ആർ നോട്ട് ക്രിക്കഡ്. എല്ലാവരോടും ചോദിച്ചു. അപ്പൊ എല്ലാവരും തന്നെ പറഞ്ഞു, ഡിവോട്ടീസ് ആർ വെരി സിമ്പിൾ, ദേ ആർ നോട്ട് ക്രിക്കഡ്. നോ, യു ആർ റോങ്, ഡിവോട്ടീസ് ആർ ക്രിക്കഡ്. അവ പറഞ്ഞു, എല്ലാവർക്കും അത്ഭുതം, ഡിവോട്ടീസ് ക്രിക്കഡ്? ലുക്ക് മൈ കേസ്. പ്രഭുപാദ സ്വന്തം പറയാൻ, എന്നെ നോക്കൂ, ഞാനിവിടെ വന്നു, നിങ്ങളെ സൺഡേ ഫീസിനും വിളിച്ചു, പ്രസാദം ഉണ്ടാക്കി തന്നു, ഗുലാബ് ജാം ഭരണിയിൽ നിറച്ച് നിങ്ങൾ ഇഷ്ടം പോലെ എത്ര വേണമെങ്കിലും കഴിച്ചോളാൻ പറഞ്ഞു. കുറച്ച് ക്ലാസ് എടുത്തു, ഫിലോസഫി ഒന്നും പറഞ്ഞു തന്നില്ല. കുറച്ച് കീർത്തനം ചെയ്തു, പ്രസാദം ഇഷ്ടപ്പെടുന്നു തന്നു, ഒന്നും പറഞ്ഞില്ല. ഫോർ റെഗുലേറ്ററി പ്രിൻസിപ്പിൾസിനെ പറ്റി പറഞ്ഞില്ല. ഞാൻ അതുപോലെ മറ്റുള്ള യാതൊരു നിബന്ധനകളും പറയാണ്ട് നിങ്ങളെ ആകർഷിച്ച് നിങ്ങൾക്ക് തോന്നി ഈ വയസ്സായിട്ടുള്ള ഈ ആള് എന്തിനാ നമുക്ക് ചെയ്യുന്നത്, അപ്പൊ അദ്ദേഹത്തിനെ നമുക്ക് സഹായിക്കണം പറഞ്ഞിട്ട് നിങ്ങൾ പറഞ്ഞു, സ്വാമിജി നിങ്ങൾക്ക് എന്താ ചെയ്യേണ്ടത്, നിങ്ങൾ ഒരുപാട് ഞങ്ങൾക്ക് ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ കുഴപ്പമൊന്നുമില്ല, നിങ്ങൾ ഈ കുറച്ച് പച്ചക്കറിയൊക്കെ കട്ട് ചെയ്യുക, ഇതൊക്കെ ടെമ്പിളൊക്കെ ക്ലീൻ ചെയ്യുക, കുറച്ച് ബുക്ക് ഡിസ്ട്രിബ്യൂഷൻ ചെയ്യുക, കുറച്ച് ആ സഹായം ചെയ്യുക, കുറച്ച് ഫണ്ട് റേസിങ് ചെയ്യുക, അങ്ങനെ നിങ്ങളെ ഇങ്ങനെ കൊടുന്നിട്ട് ശുദ്ധ ഭക്തന്മാരാക്കി, ആചാര്യന്മാരാക്കി, പൂർണ്ണമായിട്ട് നിങ്ങളെ എന്നെ സമർപ്പണം ചെയ്തു. ഞാനിപ്പോ നിങ്ങളോട് എന്താ പറയാ, ദേഹത്യാഗം ചെയ്യാൻ പറഞ്ഞാൽ അതിനും കൂടി നിങ്ങൾ തയ്യാറാണ്. അപ്പൊ ഞാൻ സിമ്പിൾ ആണോ അതോ ക്രിക്കഡ് ആണോ? ഞാൻ ട്രിക്ക് ചെയ്തു നിങ്ങളെ. ഇനീഷ്യേഷൻ സമയത്താണ് നിങ്ങളോട് 4 റെഗുലേറ്ററി പ്രിൻസിപ്പിൾ പറഞ്ഞത്. ഞാൻ ആദ്യം തന്നെ ഈ നിബന്ധനകൾ വെക്കുകയാണെങ്കിൽ നിങ്ങൾ എപ്പോഴെങ്കിലും ഡിവോട്ടി ആവോ? നിങ്ങളിപ്പോ ഡിവോട്ടി മാത്രമല്ല, ആചാര്യന്മാരായി, സന്യാസിമാരായി. അപ്പൊ ഞാൻ ക്രിക്കഡാണ്. ഞാൻ ക്രിക്കഡ് ആയതുകൊണ്ടല്ലേ. ആ ക്രിക്കഡ്നെസ് എന്തിനാ? എന്റെ ഇന്ദ്രിയ തൃപ്തിക്കല്ല, നിങ്ങളുടെ ഉദാഹരണത്തിനും ഭഗവാന്റെ പ്രീതിക്കും വേണ്ടി മാത്രം ഉപയോഗിച്ചു. അപ്പോ ആ ക്രിക്കഡ്നെസ് ഓക്കെയാണ്. എന്റെ ഇന്ദ്രിയ തൃപ്തിക്കാണ് ഞാൻ ആ ക്രിക്കഡ്നെസ് ഉപയോഗിക്കണമെങ്കിൽ അത് നല്ലതല്ല. അപ്പോൾ ഡിവോട്ടീസ് ആർ നോട്ട് സിമ്പിൾ, ഡിവോട്ടീസ് ആർ ക്രിക്കഡ്. കാരണം ആ ഡിവോട്ടീസ് എന്തിനാണ് ക്രിക്കഡ് ആവുന്നത്, എന്തിനാണ് ട്രിക്ക് ഉപയോഗിക്കുന്നത്? മറ്റുള്ളവരുടെ നന്മയ്ക്ക് വേണ്ടിയിട്ട്, ഭഗവാന്റെ പ്രീതിക്ക് വേണ്ടിയിട്ട്, അവരുടെ ഉദാഹരണത്തിന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. ഇങ്ങനെ പ്രഭുപാദ തന്റെ ഭക്തന്മാരോട് പറഞ്ഞു. അപ്പൊ ഡിവോട്ടീസ് ആർ നോട്ട് സിമ്പിൾ, ഡിവോട്ടീസ് ആർ ക്രിക്കഡ്. അപ്പൊ നമ്മളും തന്നെ ഈ സത്സംഗിൽ വരാൻ വല്ല ഇതുണ്ടോ? നമ്മൾ അയ്യോ, ഞാൻ ചില ആൾക്കാരോട് നാളെ ക്ലാസ് ഉണ്ട് കേട്ടോ, അയ്യോ
എന്നിട്ട് പിറ്റേ ദിവസം വിളിച്ചു ചോദിക്കും, എന്റെ പ്രഭു വന്നില്ല. പ്രഭു, ഞാൻ ഇന്നലെ മത്സ്യമാംസം കഴിച്ചിരുന്നു, അതുകൊണ്ട് എനിക്ക് വരാൻ പറ്റിയില്ല സത്സംഗില്. ഞാൻ പറഞ്ഞു, ഇനിയിപ്പോ എന്താ മത്സ്യമാംസം എന്ന് കഴിച്ചൊന്നാവും, സത്സംഗിൽ വരാൻ എന്താ പ്രശ്നം? നിങ്ങൾ പൂജയും ചെയ്യാൻ പോണില്ലോ, ഭഗവത്ഗീത കേൾക്കല്ലേ ചെയ്യുന്നുള്ളൂ, ഭാഗവതം കേൾക്കാനല്ലോ. അങ്ങനെയാണോ? ഞാൻ വിചാരിച്ചു ഇങ്ങനത്തെ കഴിച്ചാൽ വരാൻ പാടില്ല. നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിൽ വരാം, കുളിക്കാണ്ടി വന്നോളൂ, കുഴപ്പമില്ല. എന്നാലും വന്നോളൂ, കുഴപ്പമില്ല, കേട്ടാ മതി. അപ്പൊ അങ്ങനെ കേട്ട് പ്രസാദം കഴിച്ച് അപ്പൊ അവർക്ക് ഇൻട്രസ്റ്റ് വരും. പിന്നെ നമ്മൾ പറയുന്ന ആ റൂൾസ് ആൻഡ് റെഗുലേഷനൊക്കെ അവർ ഓക്കെ, ഞാനും നല്ലൊരു വ്യക്തി ആവണം, ഇവര് സിവിലൈസ് ആവണം, ഓക്കെ, ഇതൊക്കെ പഠിക്കണം, അങ്ങനത്തെ. അപ്പൊ അങ്ങനെ പറഞ്ഞു വരും. പിന്നെ നമ്മൾ വേറെ ഇത് പറയും, ഇത് ചെയ്യാൻ പാടില്ല, അത് ചെയ്യാൻ പാടില്ല, മറ്റത് ചെയ്യാൻ പാടില്ല, അത് നല്ലതല്ല. അങ്ങനെ പറയുമ്പോൾ അവർക്ക് മനസ്സിലാവും. ആദ്യം തന്നെ ഞാൻ വന്നു, അയ്യോ നിങ്ങൾ മത്സ്യമാംസം വരാൻ പാടില്ല പറഞ്ഞ ആരെങ്കിലും വരുമോ? വരില്ലേ. അപ്പൊ നമ്മൾ എന്താ ചെയ്യുന്നത്? സോ ഇറ്റ്സ് എ ട്രിക്ക്, ഇറ്റ്സ് എ ക്രൂക്കഡ്നെസ്. പക്ഷെ ആർക്ക് വേണ്ടിയിട്ടാ? എന്റെ ആസ്വാദനത്തിന് വേണ്ടിയിട്ടില്ല, അവരുടെ നന്മയ്ക്ക് വേണ്ടിയിട്ട്, ഭഗവാന്റെ പ്രീതിക്ക് വേണ്ടിയിട്ട്. സോ ദാറ്റ് ഈസ് അലൗഡ്. ഹരേ കൃഷ്ണ. വാഞ്ചാകൽപതരുഭ്യശ്ച കൃപാസിന്ധുഭ്യവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. अनंत कोटि वैष्णव की जय, श्रील प्रभुपाद की जय, गुरु महाराज की जय, गो प्रेमानंदे। हरि हरि बोल।